ഇനി ഇന്നത്തെ യൂണിറ്റ് പ്രധാനമായി ഫോക്കസ് ചെയ്തിരിക്കുന്നത് നമ്മൾ ഉണ്ടാക്കിയ ഡെവലപ്പ് ചെയ്ത കരിക്കുലം, അതിൻ്റെ എഫിഷ്യൻസി എങ്ങനെയാണ്, അതിൻ്റെ എഫിഷ്യൻസി ഉണ്ടെങ്കിൽ അതിനെ പിന്നെ ചേഞ്ച് ചെയ്യുന്നതിനെ കുറിച്ചിട്ടുള്ള പ്രോസസ്സുകൾ എങ്ങനെയാണ് സാധാരണ ഉള്ളത് എന്നുള്ളതാണ്. വളരെ സിമ്പിളായിട്ട് തന്നെ നിങ്ങൾക്ക് ചിന്തിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യാൻ പറ്റുന്ന തരത്തിലാണ് ഇതിൻ്റെ കരിക്കുലം എക്സ്പെക്ടേഷൻ ഉള്ളത്. ഒരു ബിഗ് എമൗണ്ട് അതിൽ പറയുന്നില്ല. നമുക്ക് പോകാം. ഒന്ന്, എന്താണ് കരിക്കുലം ഇവാലുവേഷൻ? കരിക്കുലം ഇവാലുവേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കരിക്കുലം ഇംപ്ലിമെന്റേഷന്റെ ഡെഫിനിഷൻ പറഞ്ഞു. അതിന്റെ അതേ മാതൃകയിൽ തന്നെ കരിക്കുലം ഇവാലുവേഷൻ കൂടി നമ്മൾ അസസ് ചെയ്യുകയാണ്. കരിക്കുലം ഇവാലുവേഷൻ റെഫേഴ്സ് ടു ആൻ ഓൺഗോയിങ് പ്രോസസ് ഓഫ് കളക്ടിങ്, അനാലിസിങ് ആൻഡ് സിന്തസൈസിങ്, ഇന്റർപ്രറ്റിംഗ് ഇൻഫർമേഷൻ ടു എയ്ഡ് ഇൻ അണ്ടർസ്റ്റാൻഡിങ് വാട്ട് സ്റ്റുഡൻസ് നോ ക്യാൻ ഡു. എന്ന് വെച്ചാൽ ഇതൊരു ഓൺഗോയിങ് പ്രോസസ്സാണ്, ഒരു ഫോർമാറ്റീവ് പ്രോസസ്സാണ്. ആ ഫോർമാറ്റീവ് പ്രോസസ്സിൽ എന്തൊക്കെയാ പെടുക? നമ്മൾ ഇൻഫർമേഷൻ കളക്ട് ചെയ്യും, ഇൻഫർമേഷൻ അനാലിസിസ് ചെയ്യും, ഇൻഫർമേഷൻ സിന്തസൈസ് ചെയ്യും, കമ്പയർ ചെയ്യും, അതിന് ഇന്റർപ്രറ്റ് ചെയ്യും. എന്തിനാ നമ്മൾ ചെയ്യുന്നത് ഇതെല്ലാം? ടു എയ്ഡ് ഇൻ അണ്ടർസ്റ്റാൻഡിങ് വാട്ട് സ്റ്റുഡൻസ് നോ ക്യാൻ ഡു. അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ ഈ കോഴ്സ് ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞാല് നമ്മൾ എന്താ അറിയാ, എന്താ ചെയ്യാ, ഈ പറയുന്ന അനാലിസ് ചെയ്ത് ഇന്റർപ്രറ്റ് ചെയ്ത് ഒരു ധാരണയിൽ ചെയ്യുന്ന നിങ്ങൾ നിർബന്ധമായും കാണാതെ പഠിക്കുന്നത് ഉപകരിക്കും. കാരണം നിങ്ങളുടെ എസ്സേയിലേക്ക് എഴുതുന്ന സമയത്ത് ഇത്തരം ഡെഫിനിഷൻ നമ്മളുടെ, പക്ഷെ നല്ലൊരു ഡെഫിനിഷൻ എസ്സേയുടെ ഫസ്റ്റ് തന്നെ കൊടുക്കുമ്പോൾ വാല്യുവേറ്റർക്ക് ഒരു ഇംപ്രഷൻ ഫീൽ ചെയ്യും. So curriculum evaluation refers to an ongoing process of collecting, analyzing, synthesizing and interpreting information to aid in understanding what students know and can do. ഇത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് തന്നെയുള്ള ഒരു മീനിങ് ആണ്, അതിന് എക്സാക്ട് ഇവാലുവേറ്റ് എടുത്തതാണ്. ഇനി ഈ കരിക്കുലം ഇവാലുവേഷൻ ഉള്ള പ്രോസസ്സിൽ നമ്മൾ ബേസിക്കലി നമ്മൾ എന്താ അസസ് ചെയ്യാൻ ശ്രമിക്കുന്നത്? നമ്മൾ കരിക്കുലം എക്സ്പെക്ട് ചെയ്ത ആളുകൾക്ക്, ഓഡിയൻസിന് അപ്രോപ്രിയേറ്റ് ആയിരുന്നോ? നമ്മൾ 2ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് ഒരു കരിക്കുലം ഉണ്ടാക്കി, ഇത് 2ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് അപ്രോപ്രിയേറ്റ് ആയിരുന്നോ അല്ലേ എന്നത് നമ്മൾ ഓക്കെ അവർ പറയാണ് ഇതൊന്നും ചിലപ്പോൾ വർക്ക്ഔട്ട് ആവുന്നില്ല, നമ്മൾ വിചാരിച്ച തരത്തിലുള്ള കരിക്കുലം പ്ലാനുകളൊന്നും എൻഗേജ് ചെയ്യാൻ കഴിയുന്നില്ല. സോ ദർ ഷുഡ് ബി സർട്ടൻ കൈൻഡ് ഓഫ് ചേഞ്ച് എങ്കിൽ നമ്മൾ വി വാണ്ടഡ് ടു വർക്ക് ഓൺ ഇറ്റ്. അതോടൊപ്പം തന്നെ സ്കൂൾ ഇവാലുവേഷൻ ഡാറ്റയുടെ കരിക്കുലം ഇവാലുവേറ്റ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ നിർബന്ധമായി സ്കൂൾ റെക്കോർഡ് അസസ് ചെയ്യും. നമ്മളുടെ കുട്ടികളുടെ അറ്റൻഡൻസ് പെർസെന്റേജ് എന്താണ്, കുട്ടികളുടെ പ്രോഗ്രഷൻ എന്താണ്, പ്രോഗ്രസ് റിപ്പോർട്ടിൽ ഇംപ്രൂവ്മെന്റ് ഉണ്ടാകുന്നുണ്ടോ എന്നുള്ളത് വളരെ കൃത്യമായി, അതൊക്കെ ഓരോ ഡാറ്റയാണ്. ഓരോ ഡാറ്റയും നമ്മളുടെ കരിക്കുലത്തെ കുറിച്ച് സംസാരിക്കും. പ്രിൻസിപ്പൾ അല്ലെങ്കിൽ സെക്കൻഡ് ലെവൽ ലീഡേഴ്സ് നിർബന്ധമായും ക്ലാസ് റൂം ഒബ്സർവ് ചെയ്യും. ഈ ക്ലാസ് റൂം ഒബ്സർവ് ചെയ്യുന്ന സമയത്ത് വളരെ കൃത്യമായി മനസ്സിലാവും, ഈ ടീച്ചേഴ്സ് വളരെ കൃത്യമായിട്ട് സ്വാഭാവികമായിട്ടും അവർക്ക് ക്ലാസ് മനസ്സിലാകുന്നുണ്ടോ ഇല്ലേ, കുട്ടികൾ മനസ്സിലായിട്ട് എൻഗേജ് ചെയ്യുന്നുണ്ടോ ഇല്ലേ, ടീച്ചർമാർക്ക് ഇത് മനസ്സിലാകുന്നുണ്ടോ ഇല്ലേ, ടീച്ചർമാർ കണ്ടന്റ് ഡെലിവർ ചെയ്യുന്ന സമയത്ത് പ്രോപ്പർ ആയിട്ട് കണ്ടന്റ് ഡെലിവറി ചെയ്യുന്നുണ്ടോ ഇല്ലേ എന്നൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും. അടുത്തതാണ് എക്സ്റ്റേണൽ ഏജൻസീസ്. ഇപ്പോൾ നമ്മളുടെ ഇഷ്ടംപോലെ ഓർഗനൈസേഷൻസ് ഉണ്ട്. ഉദാഹരണത്തിന് CBSEയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു ഡാറ്റയാണ് സ്കോഫ് എന്ന് പറയുന്നത്, സ്കൂൾ ക്വാളിറ്റി അസസ്മെന്റ് ഫ്രെയിംവർക്ക്. എല്ലാ സ്കൂളുകളും നിർബന്ധമായും സ്കോഫ് ഫിൽ ചെയ്യണം. അതിലെന്താ ഉള്ളത്? അതിൽ കുറെ ചെക്ക് ലിസ്റ്റ് ആണ്. ടീച്ചർ ഇത് പെർഫോം ചെയ്യുന്നുണ്ടോ, നിങ്ങളുടെ സ്കൂളിന് അതുണ്ടോ, ഈ ഡാറ്റയുണ്ടോ, ഈ രൂപത്തിൽ പെർഫോം ചെയ്യുന്നുണ്ടോ, ഒരു ഡാറ്റ. ഇനി സ്റ്റേറ്റ് സ്കൂൾ നോക്കുവാണെങ്കിലോ, സ്റ്റേറ്റ് സ്കൂളിൽ DEOയുടെ വിസിറ്റ് ഉണ്ടാവും. DEO ഓഫീസിന്റെ നേതൃത്വത്തിൽ ഒരു വലിയ ചെക്ക് ലിസ്റ്റ് ഉണ്ടാവും. ഈ ചെക്ക് ലിസ്റ്റ് അടിസ്ഥാനത്തിൽ സ്കൂളുകൾ വിസിറ്റിങ്ങിന് വരുന്നു, അവർ ഇൻസ്പെക്ട് ചെയ്യുന്നു. ഈ സ്കൂളിൽ ഇത്തരം പ്രശ്നങ്ങളുണ്ട്, അത് സ്കൂളിന്റെ കരിക്കുലത്തിന്റെ ഭാഗമാണ്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കരിക്കുലം എന്ന് പറയുന്നത് കേവലം
ഗവൺമെന്റ് തരുന്നത് മാത്രമല്ല, ഓരോ സ്കൂളിനും ഓരോ കരിക്കുലം ഉണ്ട്, ഓരോ സ്കൂളിനും ഓരോ കൾച്ചർ ഉണ്ട്. അതൊക്കെ കരിക്കുലത്തിന്റെ ഭാഗമാണ്. നമ്മൾ കരിക്കുലം ഇവാലുവേഷൻ എന്ന് പറയുമ്പോൾ ആ കരിക്കുലം പിന്നെ നമ്മളുടെ സ്കൂളിന്റെ ഓപ്പറേഷണൽ ഡോക്യുമെന്റ് അതുകൂടി ഇവാലുവേറ്റ് ചെയ്യാൻ ചെയ്യുന്നത്. അപ്പൊ സ്വാഭാവികമായും അതുകൂടി മനസ്സിലാക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. ഈ ഡാറ്റകളിൽ നിന്നും, ഈ പറയുന്ന സോഴ്സസുകളിൽ നിന്നൊക്കെ നമ്മൾ മനസ്സിലാക്കുന്ന ഡാറ്റ അടിസ്ഥാനത്തിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്. ഈ പറയുന്ന ഡാറ്റ അടിസ്ഥാനത്തിലാണ് നമ്മളൊരു ഡിസിഷൻ എടുക്കുന്നത്, കരിക്കുലം ചേഞ്ച് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടുള്ള പ്ലാനുകൾ എടുക്കുന്നത്. അപ്പൊ ഈ കരിക്കുലം ചേഞ്ച് ചെയ്യുന്ന സമയത്ത് 4 പ്രധാനപ്പെട്ട ഡയമെൻഷനിലാണ് നമ്മൾ കരിക്കുലം ചേഞ്ച് ചെയ്യുന്നതിനെ കുറിച്ചിട്ട് ആലോചിക്കുന്നത്. ഒന്ന്, ഒബ്ജക്റ്റീവ് ഡയമെൻഷൻ. എന്താ ഒബ്ജക്റ്റീവ് ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ? നമ്മൾക്കൊരു ഒബ്ജക്റ്റീവ് ഉണ്ട്, ഒരു ഗോൾ ഉണ്ട്, ഇല്ലേ? കരിക്കുലം ഇംപ്ലിമെന്റേഷന്റെ ടൈലർ ഫിലോസഫിയിൽ ആദ്യത്തെ ടോപ്പിക് എന്താണ്? നീഡ് അനാലിസിസ്. സെക്കൻഡ് വൺ എന്തായിരുന്നു? ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്യുക. അപ്പൊ എല്ലാ കരിക്കുലത്തിനും ഒരു ഒബ്ജക്റ്റീവ് ഉണ്ട്. ആ ഒബ്ജക്റ്റീവ് കൃത്യമായിട്ട് നമ്മളുടെ കരിക്കുലം അച്ചീവ് ചെയ്തിട്ടുണ്ടോ ഇല്ലേ? ഒരു കരിക്കുലം ഇവാലുവേഷന്റെ 4 ഡയമെൻഷൻ ആണ് ഞാൻ പറയുന്നത്. അതിൽ ഒരു ഡയമെൻഷൻ എന്താണ്? നമ്മളുടെ കരിക്കുലം പ്രോപ്പർ ആയിട്ട് എക്സാക്ട് വാട്ട് വി ആർ എക്സ്പെക്റ്റഡ്, കരിക്കുലം നമ്മൾ എക്സ്പെക്ട് ചെയ്ത തരത്തിൽ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടോ, ആ ഒബ്ജക്റ്റീവ് മീറ്റ് ചെയ്തിട്ടുണ്ടോ. രണ്ടെന്താണ്? കണ്ടന്റ് ഡയമെൻഷൻ. നമ്മൾ കൊടുത്ത കണ്ടന്റുകൾ, നമ്മൾ ഇതിന്റെ ഭാഗമായി, കരിക്കുലത്തിന്റെ ഭാഗമായി കൊടുത്ത ടെക്സ്റ്റ് ബുക്ക് ആവട്ടെ, വർക്ക്ഷീറ്റ്സ് ആവട്ടെ, ഡോക്യുമെന്റ്സ് ആവട്ടെ, ഡയറി ആവട്ടെ, ടീച്ചേഴ്സിന്റെ പെഡഗോഗിക്കൽ പ്രാക്ടീസസ് ആവട്ടെ, ഏതെല്ലാം കോണ്ടന്റ് നമ്മൾ കൊടുത്തിട്ടുണ്ടോ അതെല്ലാം അപ്രോപ്രിയേറ്റ് ആയിരുന്നോ? നമ്മളുടെ കരിക്കുലം ഇതിന്റെ എക്സ്പെക്റ്റഡ് ഔട്ട്കം കിട്ടാൻ വേണ്ടിയിട്ട് ഈ കോണ്ടന്റ് സഹായിച്ചിട്ടുണ്ടോ? പലപ്പോഴും ചില ടെക്സ്റ്റ് ബുക്കുകൾ പിൻവലിക്കാറുണ്ട്. ചില ടെക്സ്റ്റ് ബുക്കുകൾ കരിക്കുലം ഓറിയന്റഡ് അല്ല എന്ന് പറയാറുണ്ട്. എന്തുകൊണ്ടാ? കരിക്കുലം ഇതിലൂടെ പോകുന്നു, ടെക്സ്റ്റ് ബുക്ക് ഈ വഴി പോകുന്നു. ഇപ്പോ നിങ്ങൾ ചിലപ്പോൾ ഡിപ്പെൻഡ് ചെയ്ത്, പലപ്പോഴും നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് എനിക്കറിയില്ല, പലപ്പോഴും BEdന്റെ ഈ തമിഴ്നാട് ടെക്സ്റ്റ് ബുക്ക് വേറെ ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ടാണ്. സ്വാഭാവികമായിട്ടും അത്തരം റിലേറ്റഡ് ആയിട്ടുള്ള കറക്റ്റ് ആയിട്ടുള്ള ഡോക്യുമെന്റ് കിട്ടാത്തതുകൊണ്ട് മൂക്കില്ല രാജ്യത്ത് മുറിമൂക്കൻ രാജാവ് എന്ന് പറഞ്ഞതുപോലെ ചില ടെക്സ്റ്റ് ബുക്കിലെ ഡിപ്പെൻഡ് ചെയ്യാറാണ്. പക്ഷെ നിങ്ങൾ ഉപയോഗിക്കുന്ന ടെക്സ്റ്റ് ബുക്ക് എനിക്ക് തോന്നുന്നത് ആ ടെക്സ്റ്റ് ബുക്കിൽ ഇപ്പൊ ഈ ചാപ്റ്ററിന്റെ തന്നെ ഒരു ഉദാഹരണമാണ് ഈ പറയാം. ഞാൻ വിചാരിച്ച ടെക്സ്റ്റ് ബുക്ക് തന്നെ ആണെങ്കിലാണ് ഫങ്ഷൻസോ മറ്റോ സോഴ്സസ് എന്ന് പറയുന്നിടത്ത് കുറെ അനാവശ്യമായ സാധനങ്ങളാണ്. അപ്പോൾ നമ്മൾ വിചാരിച്ചിരിക്കുന്ന കണ്ടന്റ് ഡൊമൈനിലേക്ക്, എക്സ്പെക്റ്റഡ് ഔട്ട്കമ്മിലേക്ക് എത്തിക്കാൻ ഈ സബ്ജക്ട് മാറ്ററിൽ നമ്മൾ കൊടുത്ത മെറ്റീരിയലും അതിലായി ശരിയാണോ, കറക്റ്റ് ആണോ എന്നതാണ്. മൂന്നാമത്തെ ഡയമെൻഷൻ ഉള്ളത് പ്രോസസ് ഡയമെൻഷൻ. ഞാനിപ്പോ നിങ്ങളോട് കരിക്കുലം ഡയമെൻഷനെ കുറിച്ച് സംസാരിക്കുന്നു, കരിക്കുലം ഡൊമൈനെ കുറിച്ച് സംസാരിക്കുന്നു. ഈ കരിക്കുലം ഡൊമൈനോട് കുറിച്ച് സംസാരിക്കുന്നതോടൊപ്പം തന്നെ നിങ്ങൾ കൺസ്ട്രക്റ്റിവിസ്റ്റ് പെഡഗോഗിയെ കുറിച്ചിട്ട് പഠിച്ചിട്ടുണ്ട്. അപ്പൊ എന്റെ ഈ ടോപ്പിക്ക് ഞാൻ ഇത്രയും ഒരു ഉദാഹരണ സഹിതം പറയാതെ ഞാൻ നിങ്ങൾക്ക് ഒരു ഡോക്യുമെന്റ് ആയിട്ട് വേണമെങ്കിൽ അയച്ചു തന്ന് നിങ്ങൾക്ക് ഇതൊരു പഠനമാക്കിയിട്ട് മാറ്റാവുന്നതാണ്. അല്ലെങ്കിൽ പല BEd ഓർഗനൈസേഷനും ചെയ്യുന്നത് പോലെ അഡീഷണൽ ക്ലാസ് ഒന്നും കൊടുക്കാതെ ഡോക്യുമെന്റ് മാത്രം കൊടുത്ത് ചെയ്യുന്നതാണ്. അപ്പൊ അത് പ്രോസസ് വർക്ക്ഔട്ട് ചെയ്യോ? ഇല്ല. സോ നമ്മൾ കൊടുക്കുന്ന കണ്ടന്റ്, കരിക്കുലം, കോൺസെപ്റ്റ് നമ്മൾ എക്സ്പെക്ട് ചെയ്തിരിക്കുന്ന പ്രോസസ്സിലൂടെ പോയിട്ടുണ്ടോ എന്നതാണ്. ഇനി പ്രൊഡക്റ്റ് ഡയമെൻഷൻ. നമ്മളുടെ പ്രൊഡക്റ്റ് നമ്മൾ വിചാരിച്ച മാതിരി നടന്നിട്ടുണ്ടോ എന്നുള്ളതാണ്. നമ്മൾ ഒരു നല്ല മൊബൈൽ ഉണ്ടാക്കാൻ തീരുമാനിച്ചു, ഇതൊക്കെ ഉണ്ടായി വന്നു നോക്കുമ്പോൾ മൊബൈൽ കറക്റ്റ് ഡയമെൻഷനിലല്ല എങ്കിൽ നമ്മളെ കരിക്കുലത്തിനോടോ പ്രശ്നമുണ്ട്. നമ്മളെ കരിക്കുലം ഉണ്ടാക്കി, ആ കരിക്കുലത്തിന്റെ സ്കൂൾ ഫിക്സ് ചെയ്തിരിക്കുന്നു. നമ്മളുടെ കരിക്കുലത്തിൽ നമ്മളുടെ മുഴുവൻ കുട്ടികളും പ്ലാസ്റ്റിക് ഫ്രീ ക്യാമ്പസ് എന്ന് പറയുന്നത് ഒരു ഫിലോസഫി ആയിട്ട് കൊണ്ടടക്കും. ഫസ്റ്റ് ഡേ പ്രിൻസിപ്പൽ അനൗൺസ് ചെയ്തു കരിക്കുലത്തിന്റെ ഭാഗമാണ്. പക്ഷേ ഒരു 6 മാസം കഴിഞ്ഞ് കരിക്കുലം ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ നോക്കുമ്പോൾ പ്ലാസ്റ്റിക്
ഫിൽഡ് ആയിട്ടുള്ള ക്ലാസ് റൂമുകളാണ്. അതിന്റെ അർത്ഥം എന്താ? നമ്മൾ വിചാരിച്ച കരിക്കുലം അച്ചീവ് ചെയ്തിട്ടില്ല എന്ന് മാത്രമല്ല, നമ്മളെ കുട്ടികൾക്ക് ആർക്കും ഇത് തിരിഞ്ഞിട്ടില്ല. ഇത് തിരിയാൻ വേണ്ടിയിട്ടുള്ള പണി ടീച്ചർമാരും എടുത്തിട്ടില്ല. ഇത് ടീച്ചർമാർക്ക് എടുക്കാൻ വേണ്ടിയിട്ടുള്ള പണി കണ്ടന്റ് കൊടുത്തിട്ടില്ല. എന്നുവെച്ചാൽ ഓരോ ഡയമെൻഷനിലും പ്രശ്നമാണ് എങ്കിൽ അത് കറക്റ്റ് ചെയ്യണം. അപ്പൊ 4 ഡയമെൻഷനിലാണ് കരിക്കുലം ഇവാലുവേഷൻ നടക്കുക. 1 ഒബ്ജക്റ്റീവ് ബേസ്ഡ്, 2 കോണ്ടന്റ് ബേസ്ഡ്, 3 പ്രോസസ് ബേസ്ഡ്, 4 പ്രൊഡക്റ്റ് ബേസ്ഡ്. ക്ലിയർ ആണല്ലോ? ഓക്കെ, നെക്സ്റ്റ്. ഇനി എന്തിനാ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നത്? നമ്മളിപ്പോ എന്തിനാ അതിന്റെ ആവശ്യം? നമ്മളൊരു കരിക്കുലം ഉണ്ടാക്കി, നമുക്ക് അടുത്ത കരിക്കുലം ഉണ്ടാക്കാൻ പോയാൽ പോരെ? ഇതിനെ ഇവാലുവേറ്റ് ചെയ്യണത്. അപ്പോ ഞാൻ ഇതിങ്ങനെ വളരെ സിമ്പിൾ ആയിട്ട് സംസാരിക്കും. നിങ്ങൾ ഇതൊരു വളരെ പ്രധാനപ്പെട്ട പോയിന്റുകൾ നിങ്ങൾ എഴുതിയെടുത്തോളൂ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി ഷെയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഒന്ന്, നീഡ് ആൻഡ് ഇമ്പോർട്ടൻസ്. വൈ ആർ വി കണ്ടക്ടിങ് ദിസ് കരിക്കുലം ഇവാലുവേഷൻ? പണ്ട് കാലത്ത് ഉണ്ടായിരുന്ന കരിക്കുലം വെച്ച് ഇപ്പൊ കരിക്കുലം മുന്നോട്ട് പോകാൻ പറ്റാത്ത എന്താണ്? സൊസൈറ്റിയിൽ നീഡ് ചേഞ്ച് ചെയ്യുന്നു. നേരത്തെ ഉണ്ടായിരുന്ന ഒരു IT കരിക്കുലം അല്ല ഇപ്പോ 2026 ഉണ്ടാവേണ്ടത്. എന്താണ്? ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറയുന്നത് വളരെ ഒരു ബ്രോഡർ പെർസ്പെക്റ്റീവിൽ വരാൻ തുടങ്ങി. അതിനെ അഡ്രസ് ചെയ്യാതെ ഇനിയുള്ള കാലത്ത് ഒരു പണിയെടുക്കാൻ കഴിയില്ല. അതെന്താ? നമ്മളുടെ സോഷ്യൽ നീഡുകൾ മാറാൻ തുടങ്ങി. സോഷ്യൽ നീഡുകൾ മാറാൻ തുടങ്ങുമ്പോൾ അതിനനുസരിച്ച് കരിക്കുലം അപ്ഡേറ്റ് ചെയ്യണം. രണ്ടാമത്തത്, ഇപ്പൊ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി വന്നു. CBSE ഇടയ്ക്കിടയ്ക്ക് പുതിയ കരിക്കുലം ഡാറ്റകൾ വരുന്നു. അപ്പോൾ നൽകപ്പെടുന്ന പുതിയ ഡോക്യുമെന്റും റെക്കമെൻഡേഷനും അനുസരിച്ച് നമ്മളെ സ്കൂളിന് മാത്രമായിട്ട് മാറി നിൽക്കാൻ കഴിയില്ല. അപ്പൊ അതിനനുസരിച്ചിട്ട് നമ്മളും മാറണം. 3, കുട്ടികളുടെ ലേണിംഗ് ഔട്ട്കം ഇംപ്രൂവ് ചെയ്യാൻ കരിക്കുലം ചിലപ്പോൾ ഇവാലുവേറ്റ് ചെയ്യേണ്ടി വരും. ഈ ലേണിംഗ് ഔട്ട്കമിൽ എന്താണ് നമ്മളുടെ അവസ്ഥ എന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട്. ടീച്ചിങ്ങിന്റെ ലേണിംഗിന്റെ പ്രോസസ് ആൻഡ് പ്രൊഡക്റ്റിന്റെ ഇടയിൽ എന്തോ ഗ്യാപ്പ് നമ്മൾക്കുണ്ടോ? കാരണം പ്രൊഡക്റ്റ് ഒന്നും കറക്റ്റ് ആയിട്ട് കിട്ടുന്നില്ല. അങ്ങനെയാണെങ്കിൽ അതെന്താണെന്ന് മനസ്സിലാക്കാൻ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യേണ്ടി വരും. നിലവിലുള്ള സാഹചര്യത്തിൽ ഒന്നുകൂടി ഇമ്പ്രൂവ് ആവാൻ ഇവാലുവേറ്റ് ചെയ്യേണ്ടി വരും. അതിന് ആൾമോസ്റ്റ് ഫങ്ഷൻസ് ഓഫ് ഇവാലുവേഷൻ ഉള്ളത്. ഇപ്പൊ ഫങ്ഷൻസ് ഓഫ് കരിക്കുലം ഇവാലുവേഷൻ നോക്കൂ നിങ്ങൾ. നിലവിൽ എന്തിനാ കരിക്കുലം ഇവാലുവേഷന്റെ ഫംഗ്ഷൻ എന്താ ചെയ്താൽ കിട്ടുന്ന ഉപകാരം? നമ്പർ 1, നിലവിലുള്ള കരിക്കുലത്തിന്റെ ഏതെങ്കിലും ഒരു ഏരിയകളിൽ നമുക്ക് ക്വാളിറ്റി കൊണ്ടുവരാം. നിലവിലുള്ള കരിക്കുലത്തിന് ക്വാളിറ്റി കൊണ്ടുവരാൻ, നിലവിലുള്ള സാധനമാണ്, അതിന് കുറച്ച് പൊടിപ്പും തങ്ങളൊക്കെ വെച്ച് അതിനൊന്ന് ഇംപ്രൂവ്മെന്റിലേക്ക് കൊണ്ടുവരാനാണ് കരിക്കുലം ഇവാലുവേറ്റ് ചെയ്തിട്ടുള്ള ഒന്നാമത്തെ പർപ്പസ്. രണ്ടാമത്തതോ, നമ്മളുടെ കരിക്കുലത്തിന് എവിടെയൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ട്, വിചാരിച്ച പോലൊന്നും കാര്യങ്ങൾ നടക്കുന്നില്ല. അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? കരിക്കുലം ഇവാലുവേഷൻ നടത്തുന്നു. 3, നമുക്കൊരു പ്രധാനപ്പെട്ട ഡിസിഷൻ എടുക്കണം. സ്കൂളുമായി ബന്ധപ്പെട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഡിസിഷൻ. അതെന്താ ഡിസിഷൻ? നമ്മളുടെ സ്കൂളിൽ പഠിക്കാൻ കഴിയാത്ത അല്ലെങ്കിൽ ലേണിംഗ് ബാക്ക്വേർഡ്നെസ് ഉള്ള, ലേണിംഗ് ഡിസബിലിറ്റീസ് ഉള്ള എത്ര കുട്ടികളുണ്ട്? ഈ കുട്ടികൾക്ക് വേണ്ടി മാത്രമായി നമ്മൾ ഒരു പ്രത്യേകം കരിക്കുലം ഡെവലപ്പ് ചെയ്യുകയാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മൾക്ക് നിലവിലുള്ള സാധനത്തെ അവസ്ഥ എന്താണ്? നിലവിലുള്ള കരിക്കുലം ആ കുട്ടികളെ കൂടി കാറ്റർ ചെയ്യുന്നതാണോ എന്ന് നമുക്ക് മനസ്സിലാവണം. അപ്പൊ അതിനു വേണ്ടിയിട്ട് the function of a curriculum is to take the decision making, to influence the decision making process and accountability. നിങ്ങളൊരു കരിക്കുലം ഉണ്ടാക്കി കഴിഞ്ഞ് അതിനെ കുറിച്ചിട്ട് ആരും ചെക്ക് ചെയ്യാനൊന്നും വരുന്നില്ല. കരിക്കുലം നടത്തുന്ന പ്രിൻസിപ്പൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഒരു പ്രശ്നമില്ല. അത് ചെയ്തില്ലെങ്കിൽ പ്രശ്നമുണ്ടോ? ഒരു പ്രശ്നമില്ല. അപ്പൊ അത് ഓവർടേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു അക്കൗണ്ടബിലിറ്റി ഉണ്ടാവണം. സ്കൂളിന് ഒരു അക്കൗണ്ടബിലിറ്റി ഉണ്ടാവണം. ഇത്രയും സാധനങ്ങൾ എന്റെ സ്കൂളിൽ ഈ വർഷം അക്കാദമിക് ഇയറിൽ കുട്ടി ഉണ്ടാക്കും. അതിന് ഉണ്ടാക്കുമോ ഇല്ലയോ, നമ്മളെ കരിക്കുലം എത്രമാത്രം സ്ട്രോങ് ആണോ അല്ലയോ എന്ന് മനസ്സിലാവാൻ നിലവിലുള്ള കരിക്കുലം ഇവാലുവേറ്റ് ചെയ്യണം. ആൻഡ് ഡെവലപ്മെന്റ് അഡ്വാൻസ് ലെവലിലേക്ക് മാറണം. ഒരു പുതിയ തരത്തിലേക്ക് നമ്മളുടെ കരിക്കുലത്തെ റീസ്ട്രക്ചർ ചെയ്യണം. അങ്ങനെയാണെങ്കിൽ അതൊരു കരിക്കുലത്തിന്റെ പ്രധാനപ്പെട്ട ഫംഗ്ഷനാണ്, ഇവാലുവേഷന്റെ ഫംഗ്ഷനാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ തന്നെയാണ് ഇതിലുള്ളത്. ആൾമോസ്റ്റ് സെയിം പോയിന്റ് ആണ്.
അപ്രോച്ചസ് ടു കരിക്കുലം ഇവാലുവേഷൻ. ഏതൊക്കെ അപ്രോച്ചാണ് നമ്മൾ കരിക്കുലം ഇവാലുവേഷൻ വെക്കുന്നത്? ഒരു കരിക്കുലം ഇവാലുവേഷൻ വെക്കുമ്പോൾ ഏതൊക്കെ ലെൻസ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്? ലെൻസ് എന്ന് പറഞ്ഞാൽ ഏതൊക്കെ കണ്ണുകളിലൂടെയാണ് നമ്മൾ കരിക്കുലം ഇവാലുവേറ്റ് ചെയ്യുന്നത്? ഒന്ന്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളുടെ ഒബ്ജക്റ്റീവ് ഒക്കെ മീറ്റ് ചെയ്തിട്ടുണ്ടോ? ഒബ്ജക്റ്റീവ് ബേസ്ഡ് അപ്രോച്ച് ഫോക്കസസ് ഓൺ മെഷറിംഗ് അച്ചീവ്മെന്റ് ഓഫ് പ്രീ ഡിഫൈൻഡ് ഒബ്ജക്റ്റീവ്സ്. നമ്മൾ നേരത്തെ വെച്ചിരുന്ന ഒബ്ജക്റ്റീവ് കറക്റ്റ് ആയിട്ട് നമ്മൾ അതാണ് ഒരു അപ്രോച്ച്. അതാണ് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു കാഴ്ച. ഇനി മറ്റൊരു സൈഡ് അപ്രോച്ച് എന്ന് പറഞ്ഞാൽ ഓരോ വീക്ഷണമാണ്. മറ്റൊരു വീക്ഷണം നമ്മൾ നോക്കുന്നത് നമ്മളുടെ ക്ലാസ് റൂം ഇന്ററാക്ഷൻ, ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സിന്റെ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു, ആ പെർസ്പെക്റ്റീവിൽ മാത്രം കരിക്കുലത്തെ കാണും. എല്ലാം കൂടി ഒരുമിച്ച് കാണാൻ പറ്റുമോ? കാണാൻ പറ്റും. അതിന് മാത്രമുള്ള ഒരു കപ്പാസിറ്റി നിങ്ങളുടെ ടീമിനുണ്ടാവണം. അല്ലെങ്കിൽ നമ്മൾ ഓരോ പ്രധാനപ്പെട്ട പെർസ്പെക്റ്റീവ്, ഓരോ പ്രധാനപ്പെട്ട ഏരിയ മാത്രം നോക്കിയിട്ട് അതിലൂടെ കരിക്കുലത്തിനെ കാണുക. എന്നിട്ട് അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ നോക്കുക. എന്നിട്ട് ആ പ്രശ്നത്തെ അഡ്രസ് ചെയ്യുക. 3, പ്രൊഡക്റ്റ് അപ്രോച്ച്. എക്സാമിനേഷൻ റിസൾട്ട് വന്ന് നോക്കുമ്പോൾ ആകെ പ്രശ്നം. നമ്മളെ കുട്ടികൾക്കൊന്നും വിചാരിച്ച പോലെ കരിക്കുലത്തിന്റെ റിസൾട്ട് ഇല്ല. അത് ആരുടെ പ്രശ്നമാണ്? ടീച്ചറുടെ പ്രശ്നമാവാം, കരിക്കുലത്തിന്റെ പ്രശ്നമാവാം. സ്കൂൾ കരിക്കുലം എന്ന് പറഞ്ഞാൽ സ്കൂളിന്റെ തന്നെ ഒരു കൾച്ചറിന്റെ പ്രശ്നമാവാം. അപ്പൊ അതിന് പരിഹരിക്കണം. അതിപ്പം പ്രൊഡക്റ്റ് അപ്രോച്ച്. സ്വാഭാവികമായും റിസൾട്ട് ഒക്കെ വന്നാൽ എല്ലാ സ്കൂളുകളും നമ്മളുടെ റിസൾട്ട് ഉണ്ടാവാത്തതിന്റെ കാരണം എന്താണ്? ഒരു സബ്ജക്റ്റ് സ്ഥിരമായിട്ട് മാർക്ക് ഉണ്ടാവുന്നില്ല. അപ്പൊ ആരുടെ പ്രശ്നമാണ്? എന്താ നമ്മളെ കുട്ടികൾക്ക് ഇന്ന സബ്ജക്റ്റിൽ കൂടുതൽ, മാത്സിൽ കൂടുതൽ മാർക്ക് ഇല്ലാത്തത്? അപ്പൊ മാത്സ് ടീച്ചറുടെ പ്രശ്നം ഉണ്ടോ? മാത്സ് ടീച്ചർ ക്ലാസ് എടുക്കുന്നതിൽ കുട്ടികൾക്ക് ക്ലാരിറ്റി ഇല്ലായ്മ ഉണ്ടോ? ഇനി മാത്സിന് നമ്മൾ ഉപയോഗിക്കുന്ന ടെക്സ്റ്റ് ബുക്കുകൾക്ക് പ്രശ്നമുണ്ടോ? നമ്മളുടെ പ്രാക്ടീസസിന് പ്രശ്നമുണ്ടോ? നോക്കാം. അതാണ് സ്റ്റേക്ക് ഹോൾഡർ അപ്രോച്ച്. എഡ്യൂക്കേഷൻ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് ഒരു എക്കോസിസ്റ്റം ആണ്. അവിടെ മാനേജ്മെന്റ് ഉണ്ട്, പാരന്റ്സ് ഉണ്ട്, സ്റ്റുഡൻസ് ഉണ്ട്, ടീച്ചേഴ്സ് ഉണ്ട്, ഗവൺമെന്റ് ഉണ്ട്, അവിടുത്തെ എൻവയോൺമെന്റ് ഉണ്ട്, ഇതൊക്കെ ഉണ്ട്. അപ്പൊ നമ്മുടെ സ്റ്റേക്ക് ഹോൾഡേഴ്സിന്റെ ഒക്കെ ഒപ്പീനിയൻ അനുസരിച്ച് ചില പ്രശ്നങ്ങളുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മളൊരു കരിക്കുലത്തെ നോക്കുമ്പോൾ ഓക്കെ, പാരന്റൽ പെർസ്പെക്റ്റീവ് നമ്മൾ കരിക്കുലത്തെ അപ്രോച്ച് ചെയ്യാം. അതാണ് 4 പ്രധാനപ്പെട്ട അപ്രോച്ച്: ഒബ്ജക്റ്റീവ് ബേസ്ഡ് അപ്രോച്ച്, പ്രോസസ് അപ്രോച്ച്, പ്രൊഡക്റ്റ് അപ്രോച്ച്, സ്റ്റേക്ക് ഹോൾഡർ അപ്രോച്ച്. ഇനി ഫേസസ് ഓഫ് കരിക്കുലം ഇവാലുവേഷൻ. കരിക്കുലം ഇവാലുവേഷൻ തുടങ്ങാണ് കേട്ടോ നമ്മള്. എങ്ങനെയൊക്കെ കരിക്കുലം ഇവാലുവേഷന്റെ പ്രോസസ്സിന്റെ ഫസ്റ്റ് ഫേസ് എന്താ? നമ്മൾ കരിക്കുലം ഇംപ്ലിമെന്റേഷനിൽ പറഞ്ഞ അതേ സാധനം തന്നെ. എന്താണ് നമ്മളുടെ കരിക്കുലം ഇംപ്ലിമെന്റേഷനിൽ ഒന്നാമത്തെ പ്രശ്നം, ഒന്നാമത്തെ സ്റ്റേജ് നീഡ് അനാലിസിസ് ആയിരുന്നു. നീഡ് അനാലിസിസ് ഇവിടെ നമ്മളുടെ പല കാരണങ്ങളിലൂടെ നമ്മൾ എന്താണ്, ഏത് പെർസ്പെക്റ്റീവിലാണ് നമ്മൾ കരിക്കുലത്തിനെ അസസ് ചെയ്യാൻ പോകുന്നത്. പ്ലാനിങ് ഫേസ്. ഈ ഫേസിൽ എന്തിനാണ്? why are we conducting this curriculum evaluation? What are our tools and what are the metrics we are using to assess it? എന്ത് ഒബ്ജക്റ്റീവ് ആണ് നമ്മൾക്കുള്ളത്? ഏതൊക്കെ ടൂൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ ഇവാലുവേഷനിൽ പോകുന്നത്? ആ ടൂളിന്റെ ക്രൈറ്റീരിയ എന്താണ് എന്നത് വെൽ ഡിഫൈൻഡ് ആവണം. ആ ടൂളും വെച്ചിട്ട് മാത്രമാണ് പിന്നെ കരിക്കുലത്തിലേക്ക് പോകാൻ പറ്റും. കരിക്കുലൊക്കെ ഇറങ്ങി നോക്കുമ്പോൾ അവിടെ പ്രശ്നമുണ്ട്, ഇവിടെ പ്രശ്നമുണ്ട്, അവിടെ നോക്കണം, അങ്ങനെ കഴിയില്ല. വളരെ സിസ്റ്റമാറ്റിക്കലി ഓർഗനൈസ്ഡ് ആയിട്ട് എന്താണ് നമ്മളുടെ പർപ്പസ്, അതിന്റെ അടിസ്ഥാനത്തിലാണ് കരിക്കുലം ഇവാലുവേഷന് പോകുന്നത്. ഇംപ്ലിമെന്റേഷൻ ഫേസിൽ എന്താണ്? ക്ലിയർ ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞു ഏതൊക്കെ സോഴ്സ് നിന്നാണ് കരിക്കുലം ഇവാലുവേഷനുള്ള ഇൻപുട്സ് കിട്ടുക. ആ ഇൻപുട്ട് അവിടുന്നൊക്കെ ഡാറ്റ കളക്ട് ചെയ്യുക. അതെങ്ങനെ കളക്ട് ചെയ്യാം? ഒബ്സർവേഷനിലാവാം, ഫീഡ്ബാക്ക് കളക്ഷൻ ആവാം, പല മാർഗങ്ങളാവാം. അതിലൂടെ ഡാറ്റ കളക്ട് ചെയ്യുക. മൂന്നാമത്തത് അനാലിസിസ് ഫേസ്. ഡാറ്റ കളക്ട് ചെയ്തു. നെക്സ്റ്റ് ഫേസ് ആണ് നിങ്ങൾ ഈ കളക്ട് ചെയ്ത ഡാറ്റ അനാലിസ് ചെയ്യണം. അനാലിസ് ചെയ്യുമ്പോൾ നമ്മളുടെ പെർഫോമൻസിന് എന്തോ പ്രശ്നമുണ്ട്, ആ ടീച്ചറുടെ പെർഫോമൻസിന് എന്തോ പ്രശ്നമുണ്ട്, ഈ സബ്ജക്ട് ആഡ് ചെയ്തതിൽ പ്രശ്നമുണ്ട്, നമ്മളുടെ സ്കൂളിന്റെ കൾച്ചറിന് എന്തോ പ്രശ്നമുണ്ട്. ഇങ്ങനെ എന്തൊക്കെയാണ് പ്രശ്നം എന്ന് ഐഡന്റിഫൈ ചെയ്യാൻ കഴിയും. അപ്പൊ നമ്മളുടെ ഒബ്ജക്റ്റീവ് അടിസ്ഥാനത്തിലുള്ള ഡാറ്റ അനാലിസിസ് പൂർത്തിയായി കഴിഞ്ഞാൽ നമ്മൾ ഓട്ടോമാറ്റിക്കലി ആ റിസൾട്ട്
റിപ്പോർട്ടാക്കിയിട്ട് ഷെയർ ചെയ്യും. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? ഇവാലുവേറ്റ് ചെയ്തു, അനാലിസിസ് ചെയ്തു. ഇനി അതിനു വേണ്ടി നമ്മൾ അടുത്ത ഫേസ് എന്താണ്? റിവിഷൻ ഫേസ്. ഇത്രയും പ്രശ്നങ്ങളുണ്ട്. ഈ പ്രശ്നങ്ങൾ ഉള്ളതിനാൽ നിങ്ങൾ എന്ത് ചെയ്യണം? ആ നിലവിലുള്ള കരിക്കുലം റിവൈസ് ചെയ്യണം. 2020 കരിക്കുലം റിവൈസ് ചെയ്യണം. 2023 22 ഫൗണ്ടേഷൻ സ്റ്റേജ്, 23 സ്കൂൾ എഡ്യൂക്കേഷന്റെ കരിക്കുലം റിവൈസ് ചെയ്തപ്പോ റിവൈസ് ചെയ്യാനുണ്ടായിരുന്ന കാരണം നേരത്തെ ഉണ്ടായിരുന്ന കരിക്കുലത്തിന് പ്രശ്നമുണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ റിവൈസ് ചെയ്തു, അല്ലേ? അതുകൊണ്ടാണ് നമ്മൾ റിവൈസ് ചെയ്തത്. നേരത്തെ കരിക്കുലത്തിന് പ്രശ്നമില്ലെങ്കിൽ റിവൈസ് ചെയ്യില്ല. അപ്പൊ നേരത്തെ ഉണ്ടായിരുന്ന കരിക്കുലത്തിന് പ്രശ്നം ഉണ്ടായത് കൊണ്ട് നമ്മൾ റിവൈസ് ചെയ്തു. അപ്പൊ കരിക്കുലത്തിന്റെ ഫേസസ് എന്തൊക്കെയാണ്? പ്ലാനിങ് ഫേസ്, ഇംപ്ലിമെന്റേഷൻ ഫേസ്, അനാലിസിസ് ഫേസ്, റിപ്പോർട്ടിംഗ് ഫേസ് ആൻഡ് റിവിഷൻ ഫേസ്. റിപ്പോർട്ടിംഗ് ആണ് കഴിഞ്ഞാൽ അത് ഏൽപ്പിക്കപ്പെട്ട ആളുകൾ ഓക്കെ നമ്മൾ എന്താണോ ഒബ്ജക്റ്റീവിന് വേണ്ടിയിട്ട് ചെയ്തത് നമ്മൾ വീണ്ടും ആ റിവിഷൻ വർക്ക്ഔട്ട് ചെയ്യും. ക്ലിയർ ആണല്ലോ? ഇതാണ് റിവിഷൻ ഫേസ്. ഇനി ഫേസസ് ഓഫ് കരിക്കുലം ഇവാലുവേഷൻ. ഇനി ഞാൻ കുറച്ച് MCQ റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. നിങ്ങൾക്ക് ഉത്തരം അറിയെങ്കിൽ ചാറ്റ് ബോക്സിൽ ഇട്ടാൽ നന്നായി. ഞാൻ ഉത്തരം അറിയുന്നവർ ചാറ്റ് ബോക്സിൽ എഴുതിക്കോ. ചാറ്റ് ബോക്സിൽ അപ്ഡേറ്റ് ചെയ്തോളൂ നിങ്ങൾക്ക് അത്തരം അറിയുന്നവരുണ്ടെങ്കിൽ. Assess effectiveness of curriculum. നിങ്ങളുടെ ക്വസ്റ്റ്യൻ നോക്കിയാൽ മനസ്സിലായി. പ്രൈമറിലി എയിംസ് ടു നാം. മറ്റതൊക്കെ ചിലപ്പോൾ അങ്ങനെ ആവാം, കരിക്കുലത്തിന്റെ എക്സ്പെക്ടേഷനിൽ വരുന്നതാണ്. പക്ഷേ പ്രൈമറിലി നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നതിനാണ് അസസ് ദി എഫക്റ്റീവ്നെസ് ഓഫ് കരിക്കുലം. മറ്റതൊക്കെ അതിന്റെ സൈഡ് എഫക്ട്, അതിന്റെ സൈഡ് പ്രൊഡക്റ്റ് ആയിട്ട് വരുന്ന കാര്യങ്ങളാണ്. See, any other answer? Curriculum evaluation mainly focuses on infrastructure development, achievement of, okay, C, achievement of educational objectives. Identifying strength and weakness of a curriculum is known as ഏത് സ്റ്റേജിലാണ്, ഏത് ഫേസിലാണ് നമ്മൾ ഐഡന്റിഫൈങ് സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ് ഓഫ് കരിക്കുലം? ഡയഗ്നോസ്റ്റിക് ഫംഗ്ഷൻ. ക്ലിയർ. Helping in policy decision is part of decision symbol. Data collection takes place during data collection ഏത് ഫേസിലാണ് വർക്ക്ഔട്ട് ചെയ്യാം? ഷബ്ന is giving good and first time answer. Aisha Iba as well. Thank you. സീസ് ഡാറ്റ കളക്ഷൻ നടത്തുന്നത് സെക്കൻഡ് ഫേസിലാണ് അല്ലേ? ഇംപ്ലിമെന്റേഷൻ ഫേസിലാണ് ഡാറ്റ കളക്ഷൻ നടത്തുന്നത്. So now we are moving to the theoretical framework. നിങ്ങളുടെ ഈ കരിക്കുലത്തിന്റെ ഭാഗമായി 2 തിയറികളാണ് നിങ്ങൾക്ക് നിർബന്ധമായും പഠിക്കാനുള്ളത്. ഒന്ന് ടൈലർ. കഴിഞ്ഞ ഇംപ്ലിമെന്റേഷൻ സ്റ്റേജിൽ നമ്മൾ ടൈലറിന്റെ തിയറി പഠിച്ചിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു ടൈലറുടെ തിയറി? ആരെങ്കിലും ഓർമ്മ ഉണ്ടോ? കഴിഞ്ഞ ക്ലാസ് അറ്റൻഡ് ചെയ്ത് ആരെങ്കിലും ഉണ്ടോ ഇതില്? ടൈലറുടെ തിയറിയുടെ പേരെന്തായിരുന്നു? കഴിഞ്ഞ ക്ലാസ് അറ്റൻഡ് ചെയ്ത് ആരും ഇല്ല ഇതില്? സോ അതിന്റെ ഒരു ടൈലർ എന്ത് ചെയ്തിട്ടുണ്ട്? അതിന്റെ കരിക്കുലം ഇവാലുവേറ്റ് ചെയ്യുന്നതിന്റെ മോഡലും പറഞ്ഞിട്ടുണ്ട്.
അതാണ് ടൈലേഴ്സ് ഒബ്ജക്റ്റീവ് സെന്റേർഡ് മോഡൽ. ടൈലേഴ്സ് ഒബ്ജക്റ്റീവ് സെന്റേർഡ് മോഡൽ. അപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന ടൈലറിന്റെ തിയറിയിൽ, ഇംപ്ലിമെന്റേഷൻ തിയറിയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു, ടൈലർ ആദ്യം ഗോൾ സെറ്റ് ചെയ്യുന്നു, അതിനനുസരിച്ചിട്ട് കരിക്കുലം ഡെവലപ്പ് ചെയ്യുന്നു. അത് പലപ്പോഴും ലാർജ് സ്കെയിൽ ഓർഗനൈസേഷൻ ആണ് ഈ ടൈലർ തിയറി വർക്ക്ഔട്ട് ആവുന്നത് എന്നുള്ളതൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേ പെർസ്പെക്റ്റീവിൽ തന്നെയാണ് ടൈലർ എന്ത് ചെയ്യുന്നത്, കരിക്കുലത്തിനെ ഇവാലുവേറ്റ് ചെയ്യുന്നത്. ഇപ്പൊ ടൈലർ നോക്കുന്നത് നമ്മളുടെ ഇത് ടൈലറിന്റെ ഇംപ്ലിമെന്റേഷൻ തിയറി തന്നെയാണ്. ടൈലർ ഫോക്കസ് ചെയ്യുന്നത് ഒബ്ജക്റ്റീവ് സെന്റേർഡ് മോഡലാണ്. നമ്മൾ ഫിക്സ് ചെയ്തിരിക്കുന്നല്ലോ ഔട്ട്കം, ഒബ്ജക്റ്റീവ് ഫിക്സ് ചെയ്തിരിക്കുന്നു. ഈ ഔട്ട്കം കുട്ടികൾ അച്ചീവ് ചെയ്തിട്ടുണ്ടോ ഇല്ലേ? കുട്ടികൾ അച്ചീവ് ചെയ്തിട്ടില്ലെങ്കിൽ ഈ കരിക്കുലം ഫെയിലാണ്. കുട്ടികൾ അച്ചീവ് ചെയ്തിട്ടുണ്ടോ, കരിക്കുലം ഓക്കെയാണ്. ഇതാണ് ടൈലറിന്റെ ഫിലോസഫി. ഒറ്റ ബുദ്ധിയാണ്. പുതിയ ജൻസി തിയറി പറയുകയാണെങ്കിൽ ഒബ്ജക്റ്റീവ് നമ്മൾ നേരത്തെ സെറ്റ് ചെയ്തിരിക്കുന്നു, അത് കുട്ടികൾ അച്ചീവ് ചെയ്തിട്ടുണ്ടോ, ഫൈൻ. അച്ചീവ് ചെയ്തിട്ടില്ലേ, കരിക്കുലം പ്രശ്നമാണ്. അതിന്റെ ഇടയിലുള്ളതൊന്നും ടൈലർ വർക്ക് നോക്കുന്നേ ഇല്ല. അതേസമയം സ്കെയിൽസ് എന്ന് വയ്ക്കുക കോൺഗ്രുവൻസ് ആൻഡ് കണ്ടിൻജൻസി തിയറി. കോൺഗ്രുവൻസ് ആൻഡ് കണ്ടിൻജൻസി തിയറി മോഡൽ എന്ന് പറഞ്ഞാൽ, കോൺഗ്രുവൻസ് നിലവിലുള്ള പ്ലാൻ ചെയ്തതും നടന്നതും തമ്മിലുള്ള റിലേഷൻ എക്സാമിൻ ചെയ്യുന്നതാണ്. നിലവിൽ ഉള്ള വാട്ട് വാസ് പ്ലാൻ, what is the product, what occurred, what happened. പ്ലാൻ ചെയ്ത് കുറെ പ്ലാൻ ചെയ്തു, കിട്ടിയതോ ഇത്ര. അപ്പൊ ഇത് തമ്മിലുള്ള ഒരു ലിങ്ക് എക്സാമിൻ ചെയ്യുക എന്നത് സ്റ്റേക്ക് പറയുന്നത് ഔട്ട്പുട്ട് മാത്രം നോക്കിയാൽ പോരാ. നേരത്തെ പ്ലാൻ ചെയ്തതും അതോടൊപ്പം തന്നെ നിലവിൽ കിട്ടിയതും നോക്കണം. അതോടൊപ്പം ഈ പരിപാടികളൊക്കെ നടന്ന ഒരു കോണ്ടെക്സ്റ്റ് ഉണ്ട്, കണ്ടിൻജൻസി എന്ന് പറയുന്നത്. ആ കോണ്ടെക്സ്റ്റിന് കൂടി പ്രധാനമുണ്ട്. അപ്പൊ കോണ്ടെക്സ്റ്റ് അത് ഇതിനെ ഇംപ്ലിമെന്റ് ചെയ്യും. ആ കോണ്ടെക്സ്റ്റ് ഇംപ്ലിമെന്റ് ചെയ്യുന്നത് കൂടി നോക്കിയാൽ മാത്രമാണ് കരിക്കുലം എഫക്റ്റീവ് ആയിരുന്നോ ഇല്ലേ എന്ന് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. എന്നുവെച്ചാൽ നമ്മളുടെ ഇൻപുട്സും നമ്മൾ അതിൽ കൊടുത്തിരിക്കുന്ന പ്രോസസ്സുകളും റിസൾട്ടുകളും മൂന്നും റെഫർ ചെയ്താൽ മാത്രമാണ് ഈ ട്രാൻസാക്ഷൻ എന്നുള്ള സ്ഥലത്താണ് എന്ത് വരുന്നത്, കോണ്ടെക്സ്റ്റ് വരുന്നത്. ഈ പണി നടന്ന, ഈ പ്രോസസ്സ് നടന്ന കോണ്ടെക്സ്റ്റിന് വളരെ പ്രധാനമുണ്ട് എന്നതാണ് സ്റ്റേക്കിന്റെ റിസൾട്ട്. സ്റ്റേക്ക് ഒരു അമേരിക്കൻ എഡ്യൂക്കേഷനിസ്റ്റ് ആണ്, ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ട് എന്നാണ് വിചാരിക്കുന്നത്. 1924, നിങ്ങൾക്ക് ഒരുപക്ഷെ നോക്കിയാൽ മനസ്സിലാവും. ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ട്. വളരെ പ്രധാനപ്പെട്ട ഒരുപാട് കരിക്കുലം ഡെവലപ്മെന്റിൽ ടീച്ചർ ട്രെയിനിങ്ങിന്റെ ഭാഗമായി വലിയ പുസ്തകം തന്നെ എഴുതിയ ഒരാളാണ് സ്റ്റേക്ക്. വളരെ പ്രധാനപ്പെട്ട ഫിലോസഫറാണ്, എഡ്യൂക്കേഷൻ ഫിലോസഫർ. അപ്പൊ ഈ ഇൻപുട്സും പ്രോസസ്സും റിസൾട്ടും കണക്റ്റഡ് ആണ്. കോൺഗ്രുവൻസ് എന്ന് പറഞ്ഞാൽ വാട്ട് വാസ് പ്ലാൻ, വാട്ട് ഈസ് ദ പ്രൊഡക്റ്റ്, വാട്ട് വാസ് പ്ലാൻ, വാട്ട് ഈസ് ദ പ്രാക്ടീസ്. സോ പ്ലാനും പ്രാക്ടീസും തമ്മിലുള്ള അലൈൻമെന്റ് അസസ് ചെയ്യണം. അതോടൊപ്പം തന്നെ ആ പ്രാക്ടീസും പ്ലാനൊക്കെ നടന്ന കോണ്ടെക്സ്റ്റ് കൂടി പ്രധാനമാണ്. അതുകൂടി നോക്കിയിട്ട് ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ എന്നതാണ്. ഞാൻ തിയറട്ടിക്കൽ ഫ്രെയിംവർക്ക് കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഫ്രെയിംവർക്കുകളൊക്കെ നിങ്ങൾ അപ്രോച്ച് ചെയ്യേണ്ടത് വ്യത്യസ്തമായ കാഴ്ചപ്പാടുകൾ, വ്യത്യസ്തമായ വ്യത്യസ്തമായ റൂട്ടുകളിലൂടെയാണ്. ഒക്കെ സെയിം ആണ്. ഓക്കെ, സോ ഇതാണ് രണ്ട് തിയറികൾ, തിയറിറ്റിക്കൽ ഫ്രെയിംവർക്ക്, ടൈലറിന്റെ തിയറി, സ്റ്റേക്സിന്റെ തിയറി. ഇനി നമുക്ക് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. നിങ്ങൾക്കിത് ഒരു മൈൻഡ് മാപ്പായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണ്. ഒന്ന്, ഈ സൈഡിലുള്ളത് ടൈലർ തിയറി, ഇത് സ്റ്റേക്സ് തിയറി. എന്താണ് തിയറി? മെഷറബിൾ ഔട്ട്കം, ആൾറെഡി ലേണിംഗ് ഔട്ട്കം കൊടുത്തിട്ടുണ്ട്. ഈ ലേണിംഗ് ഔട്ട്കം ബേസ് ചെയ്തിട്ടാണ് കുട്ടികളുടെ കരിക്കുലം സക്സസ് ആണോ അല്ലേ എന്ന് ചെക്ക് ചെയ്യുന്നത്. ലേണിംഗ് ഔട്ട്കം ബേസ് ചെയ്തിട്ടാണ് കരിക്കുലം ചെക്ക് ചെയ്യുന്നത്. പിന്നെ നേരത്തെ നമ്മൾ ടൈലറിന്റെ കരിക്കുലത്തിന്റെ പ്രധാനം പറഞ്ഞതുപോലെ തന്നെ
ഒരു ലാർജ് സ്കെയിൽ ഓർഗനൈസേഷൻ ആണ് ഈ ടൈലർ തിയറി കുറച്ചും കൂടി അപ്രോപ്രിയേറ്റ് ആവുക. ഇതിലുള്ള പ്രശ്നം എന്താണ്? വളരെ ബേസിക്കലി ഔട്ട്പുട്ട്സ് തന്നെ ലീനിയർ ആണ്, വളരെ ലീനിയർ ആയിട്ടാണ് ഇതിനെ സെറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിൽ റോൾ ഓഫ് ദ ലീഡേഴ്സ്, കരിക്കുലം ഡെവലപ്പേഴ്സിന്, ടീച്ചേഴ്സിന് എന്താ റോൾ ഉണ്ടോ? ഒബ്ജക്റ്റീവ്സ് ഒക്കെ ഞാൻ മുകളിൽ നിന്ന് ഫിക്സ് ചെയ്ത് വരുന്നതുകൊണ്ട് ടീച്ചേഴ്സിന്റെ റോൾ വളരെ കുറവാണ്. ഇനി ഇതിൽ ടൈലർ മോഡൽ നോക്കൂ. പ്രൈമറി ഫോക്കസ് ആർക്കാണ്? പ്രീ ഡിറ്റർമൈൻഡ് ഒബ്ജക്റ്റീവ്, നേരത്തെ ഫിക്സ് ചെയ്തിരിക്കുന്ന ഒബ്ജക്റ്റീവ് അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് പ്രധാനമായും ടൈലർ വർക്ക് ചെയ്യുന്നത്. ഡാറ്റ ടൈപ്പ് എങ്ങനെ നമുക്ക് കിട്ടുക? ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റയാണ്. ലേണിംഗ് ഔട്ട്കം എത്ര അച്ചീവ് ചെയ്തു, എത്ര അച്ചീവ് ചെയ്തിട്ടില്ല. ബെസ്റ്റ് യൂസ്ഡ് ഫോർ സ്റ്റാൻഡേർഡൈസ്ഡ് അപ്ഡബിലിറ്റി, ലാർജ് സ്കെയിൽ ഓർഗനൈസേഷന് ഇതൊക്കെയാണ്. അത് സ്റ്റേക്കിന്റെ മോഡൽ നോക്കൂ നിങ്ങൾ. കോണ്ടെക്സ്റ്റ് ഞാൻ പറഞ്ഞതുപോലെ ക്ലാസ് റൂമിന്റെ കോണ്ടെക്സ്റ്റ് വളരെ പ്രധാനമാണ്. ക്ലാസ് റൂമിന്റെ കോണ്ടെക്സ്റ്റ്, ഇത് നടക്കുന്ന കോണ്ടെക്സ്റ്റ്, അതിലെ ടീച്ചറുടെ ട്രാൻസാക്ഷൻ എങ്ങനെയാണ് ഈ പ്രോസസ്സിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്, എല്ലാം കൺസിഡർ ചെയ്തിട്ടുള്ള ഒരു സജഷൻ ആണ് ആര് പറയുന്നത്? സ്റ്റേക്ക് പറയുന്നത്. ഇതിന്റെ പ്രശ്നം എന്താണ്? ഇത് ഭയങ്കര ടൈം ടേക്കിംഗ് പ്രോസസ്സാണ്. ഇറ്റ് ഈസ് നോട്ട് ഈസി. ഇതിൽ എല്ലാ ഇൻഡിവിജ്വൽ ടീച്ചേഴ്സിന്റെയും സ്റ്റുഡൻസിന്റെയും പാരന്റ്സിന്റെ ഒക്കെ ഫീഡ്ബാക്കിനെ പരിഗണിച്ചിട്ടാണ് സ്റ്റേക്ക് കരിക്കുലം റിവൈസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ടൈം ടേക്കിംഗ് പ്രോസസ്സാണ്. സ്റ്റേക്സിന്റെ മോഡൽ പ്രൈമറി ഫോക്കസ് കോണ്ടെക്സ്റ്റ് ആണ്. ഡാറ്റ ടൈപ്പ് ചിലതൊന്നും നമുക്ക് ക്വാണ്ടിറ്റേറ്റീവിലൂടെ കിട്ടില്ല. ടൈലറിന്റെ മോഡൽ എത്ര ലേണിംഗ് ഔട്ട്കം കിട്ടി, എത്ര കിട്ടിയില്ല എന്നനുസരിച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ ഡിസിഷൻ എത്താം. എന്നാൽ സ്റ്റേക്കിന്റെ ഡിസിഷൻ അടിസ്ഥാനത്തിൽ അത്ര എളുപ്പമല്ല. ഡാറ്റ ഡ്രിവൺ ക്വാണ്ടിഫയബിൾ ഡാറ്റ മാത്രമല്ല, നമ്മൾ ഒബ്സർവേഷൻ വളരെ പ്രധാനമുണ്ട്. ക്ലാസ് റൂമിൽ ഇത് എങ്ങനെയാണ് വർക്ക്ഔട്ട് ചെയ്യുന്നത്, കുട്ടികൾ എങ്ങനെയാണ് എൻഗേജ് ചെയ്യുന്നത് എന്നതൊക്കെ പ്രധാനമാണ്. ആൻഡ് ബെസ്റ്റ് അണ്ടർസ്റ്റാൻഡിംഗ് ഫോർ കോണ്ടെക്സ്റ്റ് ആൻഡ് വാല്യൂസ്, ഓരോ കോണ്ടെക്സ്റ്റിലും എങ്ങനെയാണ് കരിക്കുലം വർക്ക് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കാൻ ഈ പറയുന്ന കരിക്കുലം ഇവാലുവേഷൻ എടുക്കുകയായിരിക്കും നന്നാവുക. ഓക്കെ, വേറെ കുറെ കരിക്കുലം ഇവാലുവേഷൻ മോഡൽ ഉണ്ട്. പക്ഷെ നിങ്ങളുടെ കരിക്കുലത്തിൽ, നിങ്ങളുടെ സിലബസിൽ ഈ രണ്ട് കരിക്കുലം മാത്രമാണ് ചെയ്യുന്നത്, ടൈലേഴ്സിൻ്റെതും സ്റ്റേക്കിൻ്റെതും. ഇത് നിങ്ങൾ നിർബന്ധമായും എക്സ്പെക്ട് ചെയ്യണം ക്വസ്റ്റ്യന്. കാരണം ഈ നിങ്ങളുടെ മൊത്തം കരിക്കുലത്തിൽ ഈ പറയുന്ന 4ാമത്തെ യൂണിറ്റും 5ാമത്തെ യൂണിറ്റും വളരെ പ്രധാനമാണ്. നിങ്ങൾക്ക് എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഇഷ്ടംപോലെ പ്രതീക്ഷിക്കാവുന്ന, എസ്പെഷ്യലി മറ്റതൊക്കെ നിങ്ങൾക്ക് പിന്നെങ്കിലും എഴുതാൻ പറ്റും. ഈ തിയറികൾ തമ്മിലുള്ള ഡിഫറൻസ് നിങ്ങൾ പഠിക്കണം. അതിന്റെ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജസ് ഒക്കെ നിങ്ങൾ പോയിന്റ് ആണ്, എന്നാലാണ് നിങ്ങൾക്ക് എസ്സേ എഴുതാൻ കഴിയുള്ളൂ. ഇപ്പൊ ഞാൻ പറയുമ്പോൾ ചിലപ്പോൾ വളരെ സിമ്പിൾ ആയിട്ട് തോന്നും. സിമ്പിൾ തന്നെയാണ്, സിമ്പിൾ ആണ്. പക്ഷെ അതിന് ഉപയോഗിക്കുന്ന ടേമുകളൊക്കെ നിങ്ങൾ കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കിയാൽ. ഇത് ടൈം ടേക്കിംഗ് പ്രോസസ്സാണ്. ആർക്കാ അറിയാത്തത്? മറ്റത് വളരെ ലാർജ് സ്കെയിൽ ഓർഗനൈസേഷൻ ആണ് പറ്റുക. അതായത് ടൈലർ, ഇത് ലാർജ് സ്കെയിൽ ഓർഗനൈസേഷന് പറ്റും, പക്ഷെ ടൈം എടുക്കും. ഇറ്റ് ഈസ് നോട്ട് ഈസി. ഇതിന്റെ സ്കൂൾ ടീച്ചേഴ്സിനും സ്റ്റേക്ക് ഹോൾഡേഴ്സിനും വളരെ കൃത്യമായ റോൾ ഉണ്ട്. സ്റ്റുഡൻസിന്റെയും ടീച്ചേഴ്സിന്റെയും പാരന്റ്സിന്റെ ഒക്കെ ഫീഡ്ബാക്ക് പിന്നെ സ്റ്റേക്കിന്റെ കോണ്ടെക്സ്റ്റിൽ എടുക്കുന്നുണ്ട്. സോ ഇത്തരം കുറച്ച് ധാരണകൾ നിങ്ങൾക്ക് ഉണ്ടാവുക എന്നുള്ളത്. ഒരുപക്ഷെ 4th യൂണിറ്റും 5th യൂണിറ്റും മാത്രം പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് ഒരുപക്ഷെ പാസ് മാർക്ക് കിട്ടും. ഇനി ഉള്ള പറയുന്നതെല്ലാം വളരെ സിമ്പിൾ ആയിട്ടുള്ള കരിക്കുലം ചേഞ്ച്. ഇപ്പൊ നമ്മൾ എന്ത് ചെയ്തു? നിങ്ങൾ ഈ ഫസ്റ്റ് യൂണിറ്റ് മുതലുള്ള സീരീസ് നോക്കൂ. ഈ യൂണിറ്റിന്റെ തുടക്കം മുതൽ തന്നെ നമ്മൾ ആദ്യം കരിക്കുലം ഇവാലുവേഷൻ എന്താണെന്ന് പറഞ്ഞു, അതിന്റെ പർപ്പസ് എന്താണെന്ന് പറഞ്ഞു, ഏതൊക്കെ അപ്രോച്ചസ് ആണെന്ന് പറഞ്ഞു, അതിനുപയോഗിക്കുന്ന തിയറികൾ ഏതൊക്കെയാണ്. ഇനി നമ്മൾ കരിക്കുലം റിവൈസ് ചെയ്യാണ്. ആ ഫേസുകളിൽ അവസാനത്തെ ഫേസ് കരിക്കുലം റിവൈസ് ചെയ്യാം. കരിക്കുലം റിവൈസ് ചെയ്യുക, കരിക്കുലം ചേഞ്ച് ചെയ്യാം, ആൾമോസ്റ്റ് സിമിലർ ആണ്. എന്നാലും നിങ്ങൾക്ക് ചെറിയ കരിക്കുലം റിവിഷനും കരിക്കുലം ചേഞ്ചും തമ്മിലുള്ള വ്യത്യാസം നോക്കും. കരിക്കുലം റിവിഷൻ സിസ്റ്റമാറ്റിക് പീരിയോഡിക് അപ്ഡേറ്റിംഗ് ടു മെയിൻറ്റെയിൻ ആക്യുറസി ആൻഡ് റെലവൻസി. ഒരു ഘട്ടം കഴിഞ്ഞാൽ, ഒരു 10 വർഷം കഴിഞ്ഞാൽ കരിക്കുലം റിവൈസ് ചെയ്യും, ഗവൺമെന്റ് ഒക്കെ ചെയ്യുന്ന പോലെ. ഒരു 5 വർഷം കഴിഞ്ഞിട്ട് നമ്മൾ പറയുന്നു ഇപ്പോൾ നമ്മളുടെ കരിക്കുലം ഒക്കെ ഔട്ട്ഡേറ്റഡ് ആയി പോയിട്ടുണ്ട്, ഇനി നമ്മളൊന്ന് റിവൈസ് ചെയ്യണം. സ്കൂളിലെ പ്രിൻസിപ്പൾ പറയുന്നു നമ്മളുടെ സ്കൂളിന്റെ കരിക്കുലം റിവൈസ് ചെയ്യണം, കാരണം കഴിഞ്ഞ 3 വർഷമായിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്, കുറെ സാധനങ്ങളൊക്കെ നമ്മൾ അച്ചീവ് ചെയ്തിട്ടുണ്ട്, നമ്മളുടെ അജണ്ട മാറ്റി പിടിക്കണം, നമ്മളുടെ ഒബ്ജക്റ്റീവ് റിഫ്രെയിൻ ചെയ്യണം, അതുകൊണ്ട് കരിക്കുലം റിവൈസ് ചെയ്യണം. അതെന്താണ്? നേരത്തെ ഉണ്ടായിരുന്നതിൽ നിന്നുള്ള ഒരു ഇംപ്രൂവ്മെന്റ് ആ സംഭവിക്കുക.
ഇതിൽ എന്തുകൊണ്ടാണ് നമ്മൾ കരിക്കുലർ റിവൈസിലേക്ക് പോകുന്നത്? കണ്ടന്റ് ഔട്ട്ഡേറ്റഡ് ആണ്, നമ്മൾ നിലവിൽ പെർഫോമൻസ് ഇല്ല, പോളിസി മാറിയിട്ടുണ്ട് അതിനനുസരിച്ച്. എന്നാൽ കരിക്കുലം ചേഞ്ചോ പ്ലാൻഡ് മോഡിഫിക്കേഷൻ ഓർ ട്രാൻസ്ഫോർമേഷണൽ അഡ്രസ്സിംഗ് എമർജിംഗ് എഡ്യൂക്കേഷനിൽ മൊത്തത്തില് അല്ലെങ്കിൽ കുറച്ച് ചില ഏരിയകൾ നിങ്ങൾ മനസ്സിലാക്കി, ചില ഏരിയകളിൽ ഇങ്ങനെ പ്രശ്നമുണ്ട്, എന്നാ കരിക്കുലം ചേഞ്ച് ചെയ്യാം. അല്ലെങ്കിൽ നമ്മൾ പറയണം മൊത്തത്തിൽ മാറ്റുക, മൊത്തത്തിൽ പ്രശ്നമാണ്, ടോട്ടൽ ചേഞ്ച്. അപ്പൊ ചിലപ്പോൾ അത് മൊത്തം സ്ട്രക്ചറിനെ തന്നെ മാറ്റും, ചിലപ്പോൾ കണ്ടന്റിനെ മാറ്റും, പെഡഗോഗിയെ മാറ്റും. അതാണ് കരിക്കുലം ചേഞ്ച്. റിവൈസ് എന്ന് പറഞ്ഞാൽ നിലവിലുള്ളതിന്റെ ഒരു മറ്റൊരു വേർഷൻ, ഒരു അപ്ഡേറ്റഡ് വേർഷൻ. ഇനി കരിക്കുലം ചേഞ്ചസ് എവിടേക്ക് വരാം? സ്ട്രക്ചറിൽ തന്നെ വരാം. ഇപ്പൊ NEP-യുടെ സ്ട്രക്ചർ നിങ്ങൾക്ക് അറിയോ? നേരത്തെ എന്തായിരുന്നു? 1986 നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി അടിസ്ഥാനത്തിലാണ് LP, UP, സെക്കൻഡറി ഒക്കെ വന്നത്. അത് 86 അത് വന്നെങ്കിലും അതിന്റെ മുമ്പ് എന്തായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്? പ്രീ ഡിഗ്രി ആയിരുന്നു. പ്രീ ഡിഗ്രി എവിടെ ഉണ്ടായിരുന്നത്? കോളേജിന്റെ ഒപ്പമായിരുന്നു. കോളേജിലായിരുന്നു കുട്ടികൾ പ്രീ ഡിഗ്രി പഠിച്ചത്. 1986 അതിനുശേഷം വന്ന 92 കരിക്കുലം നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി എന്ത് ചെയ്തു? പറഞ്ഞു നമ്മൾ അതിൽ വർക്ക് ചെയ്യണം, സെക്കൻഡറിയിലേക്ക് വരണം. സ്വാഭാവികമായിട്ടും സെക്കൻഡറി എഡ്യൂക്കേഷൻ +2 എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട, വളരെ ലേറ്റ് ആയിട്ടാണ് പല സ്കൂളുകൾ തുടങ്ങിയത്. +2 എന്ന് പറയുന്നത് സ്കൂളിന്റെ ഭാഗമാക്കി സ്ട്രക്ചറൽ ചേഞ്ച് ഇല്ലേ? സ്ട്രക്ചർ വിളിച്ചു LP, UP, ഹൈസ്കൂള്, ഹയർ സെക്കൻഡറി, അങ്ങനെ ആക്കി. നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള സ്ട്രക്ചർ അതാണ്. എന്നാൽ പുതിയ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി, പുതിയ കരിക്കുലം ആ സ്ട്രക്ചറും പൊളിച്ചു. എങ്ങനെയാ പൊളിച്ചത്? 2ാം ക്ലാസ് വരെ ഫൗണ്ടേഷൻ സ്റ്റേജ്, അതിന് LP എന്നൊന്നും ആരും വിളിക്കരുത്. 3ാം ക്ലാസ് മുതൽ 5ാം ക്ലാസ് വരെ പ്രിപ്പറേറ്ററി സ്റ്റേജ്, 6ാം ക്ലാസ് മുതൽ 8ാം ക്ലാസ് വരെ മിഡിൽ സ്റ്റേജ്, 9ഉം 10ഉം 11ഉം 12ഉം സെക്കൻഡറി സ്റ്റേജ്. എന്ന് വെച്ചാൽ സെക്കൻഡറി വരെ സ്കൂളായി. 10ാം ക്ലാസ് കഴിഞ്ഞിട്ടൊരു ഓപ്ഷൻ, അങ്ങനെ ഒരു കുറച്ചാൾക്കാർ പഠനം നിർത്തി പോവുക, അങ്ങനെയല്ല. സെക്കൻഡറി വരെ കുട്ടികൾ പഠിക്കും, പക്ഷെ അവർക്ക് ഇഷ്ടമുള്ളത് പഠിക്കാം, കുറേ ഓപ്ഷൻസ് ഒക്കെ കൊണ്ട്. അതാണ് സ്ട്രക്ചറൽ ചേഞ്ച്. മറ്റൊരു പെഡഗോജിക്കൽ ചേഞ്ച്. നമ്മളുടെ കരിക്കുലത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ഡോക്യുമെന്റ് പറയുന്നു, നിങ്ങൾ കോമ്പിറ്റൻസി ബേസ്ഡ് ആയിട്ടുള്ള പെഡഗോജിക്കൽ അപ്രോച്ചിലേക്ക് പോകണം, കൺസ്ട്രക്റ്റീവ് അപ്രോച്ചിലേക്ക് പോകണം. അതാണ് അപ്രോച്ചിൽ തന്നെ പ്രശ്നം. അസസ്മെന്റോ പുതിയ കരിക്കുലം നമ്മളുടെ NCF, ഏറ്റവും ഉദാഹരണത്തിന് നമുക്ക് നമ്മുടെ NCF മാത്രം മതി ഇത് മനസ്സിലാവാം. അസസ്മെന്റിന്റെ ലോകം തന്നെ പൊളിച്ചടക്കി. കാരണം എന്താ? നേരത്തെ വളരെ എക്സാം സെന്റേഡ് ആയിട്ടുള്ള പ്രോസസ്സായിരുന്നു. പുതിയ NEP പറയുന്നു അങ്ങനെ ആളുകൾ വല്ലാതെ ടെൻഷൻ അടിക്കൊന്നും വേണ്ട. അതുകൊണ്ടാണ് ഈ വർഷം 10ാം ക്ലാസ് CBSEക്ക് 2 പരീക്ഷ. ആദ്യ ഒരു പരീക്ഷ നടത്തി, റിസൾട്ട് വന്നു, ആ കുട്ടികൾക്ക് ഒരു വട്ടം കൂടി എഴുതി നോക്കാനുള്ള ചാൻസ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ആ റിപ്പോർട്ട് കാർഡ് വരുന്നത്. ഇംപ്രൂവ്മെന്റ് എക്സാം അല്ല, 2 പരീക്ഷ. അപ്പൊ അസസ്മെന്റ് കോമ്പിറ്റൻസി ബേസ്ഡ് അസസ്മെന്റ് വരുന്നു, പ്രൊജക്ട് ബേസ്ഡ് അസസ്മെന്റ് വരുന്നു. ഇത് കോമ്പിറ്റൻസി ബേസ്ഡ് ആയിട്ടുള്ള കുറെ അസസ്മെന്റ് പ്ലാനുകൾ നമ്മളുടെ കരിക്കുലത്തിലേക്ക് വരുന്നു. ടെക്നോളജിക്കൽ ചേഞ്ച്, അതിനനുസരിച്ചിട്ട് കരിക്കുലം ഡെവലപ്പ് ചെയ്യുന്നു, ചേഞ്ച് ചെയ്യുന്നു. പണ്ടുണ്ടായിരുന്ന വാല്യൂ സിസ്റ്റം അല്ല ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് നമുക്ക് വാല്യൂ സിസ്റ്റത്തിനെ ബേസ് ചെയ്തിട്ട് കരിക്കുലം ചേഞ്ച് ചെയ്യുന്നു. ഇതൊക്കെയാണ് കരിക്കുലം ചേഞ്ച് ചെയ്യുമ്പോൾ സംഭവിക്കുന്ന കാര്യങ്ങൾ. ഒന്നുകിൽ സ്ട്രക്ചറിൽ തന്നെ പ്രശ്നം വരും, പെഡഗോഗിയിൽ പ്രശ്നം വരും, അസസ്മെന്റിൽ പ്രശ്നം വരും, ടെക്നോളജിക്കൽ യൂസേജിൽ പ്രശ്നം വരും, വാല്യൂസിൽ പ്രശ്നം വരും, ചിലപ്പോൾ മൊത്തത്തിൽ പ്രശ്നം വരും. അതാണ് നമ്മളിപ്പം ഇന്ത്യയിൽ ഉണ്ടായിരിക്കുന്ന പുതിയ കരിക്കുലം, ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കരിക്കുലമാണ്. അത് ശരിയാണോ തെറ്റാണോ എന്നല്ല ഞാൻ പറയുന്നത്, കരിക്കുലത്തിന്റെ ഡെവലപ്മെന്റിന്റെ ഒരു ഉദാഹരണമായിട്ടാണ് ഞാൻ പറയുന്നത്. ഇനി നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള ഒരു കരിക്കുലം കരിക്കുലം റിവൈസ് ചെയ്യുന്ന സമയത്ത് ഏതൊക്കെ തരത്തിൽ റിവൈസിങ് സംഭവിക്കാറുണ്ട് എന്ന് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ എന്നുള്ളതാണ്. നീൽസന്റെ ചേഞ്ച് എന്ന് ലെവൽസ് ഓഫ് ചേഞ്ച് 5. ഒന്ന് സബ്സ്റ്റിറ്റ്യൂഷൻ. നിങ്ങൾ കരിക്കുലം ഇവാലുവേറ്റ് ചെയ്തു, നിങ്ങൾക്ക് സജഷൻ കിട്ടി, ചില ഏരിയകളിൽ പ്രശ്നമുണ്ട്, അപ്പൊ നിങ്ങൾ എന്ത് ചെയ്തു? നിങ്ങൾ പറയണം ഇപ്പം IT-യുടെ കരിക്കുലത്തിന്റെ ചില പ്രോസസ്സുകളിൽ പ്രശ്നം. ഉദാഹരണത്തിന് ടെക്സ്റ്റ് ബുക്ക്, കരിക്കുലത്തിന്റെ ഭാഗമായ ടെക്സ്റ്റ് ബുക്കിൽ പ്രശ്നമുണ്ട്.
അങ്ങനെയാണെങ്കിൽ നമ്മൾ ഓക്കെ, അത് മാത്രം മാറ്റും. റിവൈസ് ചെയ്യുന്നതിന്റെ ഭാഗമാട്ടെ പറഞ്ഞത്. ഒരു ഏരിയ മൊത്തത്തിനെ ബാധിക്കൂല, എവിടെയാണോ പ്രശ്നമുള്ളത് അത് മാത്രം മാറ്റിയിട്ട് വർക്ക് ചെയ്യും. രണ്ടാമത് ആൾട്രേഷൻ, പാർഷ്യൽ മോഡിഫിക്കേഷൻസ് കീപ്പിംഗ് ദ ഫ്രെയിംവർക്ക് ആറ്റ് മോഡറേറ്റ് ചേഞ്ച്. നിങ്ങളുടെ കോമ്പിറ്റൻസി ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കി വരാൻ നിങ്ങൾ കുറച്ചുകൂടി ടെക്സ്റ്റ് ബുക്ക്, കുറച്ച് കരിക്കുലത്തിന്റെ ഭാഗമായിട്ട് ചില ഏരിയകളിൽ വർക്ക് ചെയ്യണം. അപ്പം മൊത്തത്തിൽ ഒബ്ജക്റ്റീവ്സിലൊന്നും നമ്മൾ കളിക്കുന്നില്ല. ചില ഏരിയകൾക്ക് പ്രശ്നമുണ്ട്, ആ ഏരിയ മാത്രം ആൾട്ടർ ചെയ്ത്, കുപ്പായം ആൾട്ടർ ചെയ്യുന്ന പോലെ ചില ഏരിയകൾ മാത്രം കട്ട് ചെയ്തിട്ട് വേറെ സാധനം വെച്ച് പാക്ക് ചെയ്യും, റിവൈസ് ചെയ്യും. 3, നിലവിലുള്ളതിനെ അതുപോലെ നിർത്തുന്നു, അതിലേക്ക് കൂടുതൽ പുതിയ സാധനങ്ങൾ കൊണ്ടുവരും. നിലവിലുള്ള IT-യോടൊപ്പം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കൂടി കൊണ്ടുവരും. നിലവിലുള്ള ക്ലാസ് റൂമുകൾക്കൊപ്പം വർക്ക് എക്സ്പീരിയൻസ് കൂടി കൊണ്ടുവരും. നിലവിലുള്ള കരിക്കുലത്തിനൊപ്പം പിന്നെ ആർട്ട് ഇന്റഗ്രേഷൻ കൂടി കൊണ്ടുവരും. അതാണ് അഡിഷൻ. ഇത് ഒഴിവാക്കിയിട്ടാണോ? അല്ല. അപ്പൊ അഡിഷൻ നമ്മൾ നിലവിലുള്ള സ്ട്രക്ചറിലേക്ക് ഒന്ന് ആഡ് ചെയ്യാം. ഇപ്പൊ ഐ ടി ക്ലാസ്സുകളിൽ കോഡിങ് പഠിപ്പിക്കുന്നത് ഒരു ട്രെൻഡാണ്. അപ്പൊ അത് നമ്മൾ ആഡ് ചെയ്യാം, നമ്മുടെ കരിക്കുലത്തിന്റെ ഭാഗമാക്കും. ഈ സബ്സ്റ്റിറ്റ്യൂഷൻ ഇതിലൂടെ കയറി വന്നിട്ടുണ്ട്, ഡോണ്ട് വറി. അതിൽ 4ാമത്തെ നോക്കിയാൽ മതി. 3 നമ്മൾ അവിടെ പറഞ്ഞിട്ടുണ്ട്, 4ാമത്തെ നോക്കിയാൽ മതി. റീസ്ട്രക്ചറിങ്. ചിലപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മൊത്തം ഉടച്ചു ആക്കും. മേജർ റീഓർഗനൈസേഷൻ ഓഫ് കരിക്കുലർ ഡിസൈൻ, സ്ട്രക്ചർ, ഫിലോസഫി, ഡീപ് സിസ്റ്റമാറ്റിക് ചേഞ്ച്. എക്സാമ്പിൾ NEP 5+3+3+4 എന്നത് എങ്ങനെയാണ്? നമ്മൾ നിലവിലുള്ള മൊത്തം സാധനങ്ങളെ റീസ്ട്രക്ചർ ചെയ്യും. 5ാമത്തത് വാല്യൂ ഓറിയന്റേഷൻ ചേഞ്ച്. നമ്മളുടെ ഫിലോസഫി തന്നെ പ്രശ്നമുണ്ട്, നമ്മളുടെ എക്സ്പെക്ടേഷൻ തന്നെ പ്രശ്നമുണ്ട്, നമ്മളുടെ അജണ്ട തന്നെ പ്രശ്നമുണ്ട്. അപ്പൊ ഈ വർഷത്തെ കരിക്കുലം ഡെവലപ്പ് ചെയ്തപ്പോൾ, നാഷണൽ കരിക്കുലം ഡെവലപ്പ് ചെയ്ത സമയത്ത് എന്ത് ചെയ്തു? NEP റിപ്പോർട്ട്, NEP ഉണ്ടാക്കി നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി ഉണ്ടാക്കിയ ശേഷം ഉണ്ടാക്കി. അല്ലെങ്കിൽ സാധാരണ 2005 കരിക്കുലം അപ്ഡേറ്റ് ചെയ്തു, അവിടെ നമ്മൾ NEP ഉണ്ടാക്കിയിട്ടില്ല. അപ്പൊ NEP ഉണ്ടാക്കുന്ന പറഞ്ഞാൽ നമ്മളുടെ വാല്യൂസ് തന്നെ, നമ്മളുടെ ഫിലോസഫി തന്നെ മാറ്റിയിട്ട് ഒരു കരിക്കുലം ഡെവലപ്പ് ചെയ്യും. ഓക്കെ, നമ്മളുടെ പ്ലാനുകൾ, നമ്മുടെ ലക്ഷ്യം തന്നെ റീഫ്രേസ് ചെയ്യുന്ന തരത്തിൽ. അപ്പൊ 5 ഏതൊക്കെയാണ്? സബ്സ്റ്റിറ്റ്യൂഷൻ, ആൾട്രേഷൻ, അഡിഷൻ, റീസ്ട്രക്ചറിങ്, വാല്യൂ ഓറിയന്റേഷൻ. ഈ 5 മോഡലിലാണ് റിവൈസിങ് നടക്കുക. ഇനി നമ്മൾ കരിക്കുലം ഇന്നോവേഷൻ. എന്താ കരിക്കുലം ഇന്നോവേഷൻ എന്ന് പറഞ്ഞാല്? നമ്മൾ നേരത്തെ പറഞ്ഞ ഈ കരിക്കുലം ചേഞ്ചും കരിക്കുലം റിവിഷനും ഒക്കെ ഒരു ടെക്നോളജിയുടെ സപ്പോർട്ട് കൂടി കുറച്ചും കൂടി ഇന്നോവേറ്റീവ് ആയിട്ട് ഫ്യൂച്ചർ ഓറിയന്റഡ് ആയിട്ട് ചെയ്യുന്നതിനാണ് കരിക്കുലം ഇന്നോവേഷൻ. ഇതിൽ വളരെ ഇത് ഇമ്പോർട്ടന്റ് അല്ല, എന്നാലും ഞാനൊരു ടെക്നിക്കൽ ടേം പഠിച്ചോട്ടെ എഴുതിയിട്ടുണ്ട്. The introduction of new ideas, practices or technologies that significantly enhance teaching learning process. ഇതിന്റെ benefit technology, all curriculum development is curriculum innovation. Okay, അപ്പൊ ടെർമിനോളജീസിനെ റിലേറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് MCQ ഒക്കെ വന്നാൽ നഷ്ടപ്പെടേണ്ടെന്ന് എഴുതിയിട്ടാണ്. Creative and future oriented, experimental in nature, relentlessly focused on improving the live learning experience. Innovations focused ആയിട്ടുള്ളത്. While change is structural, innovation represents the experimental, future-based age of curriculum. പുതിയ കാലത്തെ കണ്ടിട്ടുള്ള, റെഗുലർ ആയിട്ട് അപ്ഡേറ്റ് ചെയ്യപ്പെടുന്ന, റെഗുലർ ആയിട്ട് റിവൈസ് ചെയ്യപ്പെടുന്ന, ചേഞ്ച് ചെയ്യപ്പെടുന്ന ഒരു കരിക്കുലം, പ്രാക്ടിക്കലി എക്സ്പീരിയൻസ് ചെയ്യുന്നതിന് കൂടുതൽ ചാൻസ് കൊടുക്കുന്ന ഒരു കരിക്കുലം ഡോക്യുമെന്റ്. ഇതാണ് കരിക്കുലം ഇന്നോവേഷൻ. ഇത് യൂണിറ്റിന്റെ ഭാഗമായി 5th യൂണിറ്റിൽ നിങ്ങൾ പഠിക്കാനുള്ളത് ഇത്തരം കുറെ ഇതൊക്കെയാണ്. എനിക്ക് തോന്നുന്നു ഇതിലേതെങ്കിലും നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം, അല്ലെങ്കിൽ നമുക്ക് യൂണിറ്റ് 5 അവസാനിച്ചിട്ടുണ്ട്. ഞാൻ കുറച്ച് ചോദ്യങ്ങൾ, ഓക്കെ, ലെറ്റ് us go for some MCQs. ബേസിക്കലി ഞാൻ കുറെ ഉദാഹരണം പറഞ്ഞതുകൊണ്ട് നിങ്ങൾക്ക് വലിയ പ്രശ്നം ഉണ്ടാവില്ല. ഇതെന്താണ്? എന്താ ഉത്തരം? സി.
Introducing coding as a new subject represents. Introducing coding as a new subject represents. ഏതായിരിക്കും? B. Addition. Shabana plays it first. So okay, let's wind up the meeting, wind up the sessions, and if you are having any doubt, you can ask. Value orientation change ഉണ്ടോ? Value orientation change. Okay. Value orientation change കൂടി പറയണം എന്നാണ് പറഞ്ഞത്. വാല്യൂ ഓറിയന്റേഷൻ ചേഞ്ച് എന്ന് പറഞ്ഞാൽ നേരത്തെ നമ്മളുടെ എഡ്യൂക്കേഷണൽ ഫിലോസഫിയിൽ ഉണ്ടായിരുന്ന വാല്യൂ അല്ല, കുറെ കാലം കഴിയുമ്പോൾ അതിന് മാറ്റം വരും. ഇപ്പൊ പുതിയ കാലത്തെ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 1986 സെറ്റ് ചെയ്തിരിക്കുന്ന എഡ്യൂക്കേഷണൽ ഫിലോസഫി അല്ല 2020 നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി പബ്ലിഷ് ചെയ്തത്. അപ്പൊ അതിലെങ്ങനെയുണ്ട്, നമ്മളുടെ വാല്യൂസ് എന്താവണം, നമ്മളുടെ കൾച്ചർ എന്താവണം, ഇതൊക്കെ കാലോചിതമായി അപ്ഡേറ്റ് ചെയ്യപ്പെട്ടതാണ്. അപ്പൊ ഈ കാലോചിതമായി, അതുപോലെ തന്നെ നമ്മുടെ ഒബ്ജക്റ്റീവ്സ്, നേരത്തെ സിറ്റിസൺഷിപ്പ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവാണ് NEP 2020 സിറ്റിസൺഷിപ്പ്. അപ്പം അത് നമ്മളുടെ ഒരു വാല്യൂ സിസ്റ്റമാണ്. അപ്പൊ ഈ വാല്യൂ സിസ്റ്റത്തിനനുസരിച്ചിട്ട് നമ്മളുടെ എക്സ്പെക്റ്റഡ് ഒബ്ജക്റ്റീവ് മാറും. അപ്പൊ നമ്മളുടെ ഒബ്ജക്റ്റീവ് തന്നെ മാറ്റുന്ന തരത്തില് കരിക്കുലത്തെ റിവൈസ് ചെയ്യാന്ന് പറയുമ്പോൾ റീസ്ട്രക്ചറിങ് മാത്രമല്ല, നേരത്തെ ഉദാഹരണം പറയാം, ഒരു സ്കൂളിന്റെ കരിക്കുലം ഡെവലപ്പ് ചെയ്യുകയാണ്, പുതിയ പ്രിൻസിപ്പിൾ വന്നു. അപ്പൊ പഴയ സ്കൂളിൽ എന്തുണ്ട്, പിന്നെ 1ാം ക്ലാസ്സിനും 2ാം ക്ലാസ്സിനും 3ാം ക്ലാസ്സിനും 4ാം ക്ലാസ് വരെ ഒരു സെക്ഷൻ കോർഡിനേറ്റർ അല്ല, ഒരു ചുമതലയുള്ള സെക്ഷൻ കോർഡിനേറ്റർ, UP സെക്ഷൻ ഒരു സെക്ഷൻ കോർഡിനേറ്റർ, ഹൈസ്കൂൾ സെക്ഷൻ ഒരു സെക്ഷൻ കോർഡിനേറ്റർ. പുതിയ പ്രിൻസിപ്പൾ തീരുമാനിച്ചു ഇങ്ങനെ പോരാ, ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള NEP അടിസ്ഥാനത്തിൽ തന്നെ നമ്മൾ റീസ്ട്രക്ചർ ചെയ്യാണ്. അതാണ് റീസ്ട്രക്ചറിങ്. എന്നാൽ അത് സിമ്പിൾ ആണ്. എന്ത്, ഫൗണ്ടേഷൻ സ്റ്റേജിന് ഒരു കോർഡിനേറ്റർ, പ്രിപ്പറേറ്ററി സ്റ്റേജിന് ഒരു കോർഡിനേറ്റർ, മിഡിൽ സ്റ്റേജിന് ഒരു കോർഡിനേറ്റർ, സെക്കൻഡറി സ്റ്റേജിന് ഒരു കോർഡിനേറ്റർ. എന്നാൽ ഇതിലല്ലാത്ത വേറൊന്നുണ്ട്. നമ്മൾ കരിക്കുലം ഇവാലുവേറ്റ് ചെയ്തു, സോഴ്സുകളിൽ നിന്നൊക്കെ നമ്മൾ ഐഡിയ എടുത്തു, ഇവാലുവേറ്റ് ചെയ്യാനുള്ള ഡാറ്റ എടുത്ത് നോക്കുമ്പോഴാണ് മനസ്സിലാകുന്നത് നമ്മളുടെ പിന്നെ വാല്യൂ സിസ്റ്റത്തിൽ തന്നെ പ്രശ്നമുണ്ട്. ഇപ്പോഴും ടീച്ചേഴ്സ് ഭയങ്കര വടി എടുത്തിട്ടാണ് ഇറങ്ങുന്നത്. ഇപ്പോഴും നമ്മളെ കുട്ടികൾക്ക് പരസ്പരം റെസ്പെക്ട് ഇല്ല, എമ്പതി ഇല്ല, സിമ്പതി ഇല്ല. നമ്മളുടെ കുട്ടികൾക്ക് എൻവയോൺമെന്റ് സിറ്റിസൺഷിപ്പ് ഇല്ല, അല്ലെങ്കിൽ നമ്മുടെ കുട്ടികൾക്ക് ഒരു കൾച്ചർ ഇല്ല. അപ്പൊ ഇത് കൾച്ചർ ഉണ്ടാവട്ടെ എന്ന് തീരുമാനിച്ചാൽ പോരാ, ഇത് ബേസിക് പ്രശ്നമാണ്. അവിടെ പിന്നെ സെക്ഷൻ കോർഡിനേറ്റർ മാറ്റിയാൽ തീരുന്നതല്ല, ബേസിക് പ്രശ്നമാണ്, വാല്യൂസിലുള്ള പ്രശ്നമാണ്. അപ്പൊ എന്തുണ്ട്, അങ്ങനെയാണെങ്കിൽ നമ്മളുടെ കുട്ടികൾക്ക് ഇതൊക്കെ ഉണ്ടാകാൻ വേണ്ടിയിട്ട് നമ്മളൊരു കരിക്കുലം റിവൈസ് ചെയ്യുകയാണ്. അതാണ് വാല്യൂനെ ബേസ് ചെയ്തിട്ട് കരിക്കുലം റിവൈസ് ചെയ്യും. അങ്ങനെ റിവൈസ് ചെയ്യുമ്പോൾ അത് അൾട്ടിമേറ്റ്ലി കോർ ഹാർട്ടാണ്. ആ ഹാർട്ടിനെ ബേസ് ചെയ്യുമ്പോൾ സ്ട്രക്ചറിലുള്ള, നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഒരു IT സബ്ജക്റ്റിന്റെ കൂടെ കോഡിങ് തുടങ്ങുന്നത് പോലെയോ നിലവിലുള്ള സ്ട്രക്ചർ റീഫ്രേസ് ചെയ്യുന്നത് പോലെ അല്ല, നമ്മളുടെ കരിക്കുലത്തിന്റെ തന്നെ വാല്യൂ സിസ്റ്റത്തെ റീഫ്രേസ് ചെയ്യും. അങ്ങനെ വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി ടോട്ടൽ കരിക്കുലം ചേഞ്ച് സംഭവിക്കും. ഇപ്പൊ ഏറ്റവും സിമ്പിൾ, നമ്മളുടെ രാജ്യത്തുള്ള കരിക്കുലത്തിനെ നോക്കിയാൽ തന്നെയും ഓരോ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി കഴിഞ്ഞാലും ഓരോ കരിക്കുലം ഇറങ്ങും. ഇനി നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി ഇല്ലാതെയും കരിക്കുലം ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പൊ 2005 കരിക്കുലം ഇറങ്ങിയിട്ടുണ്ട്. അത് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി അടിസ്ഥാനപ്പെടുത്തിയിട്ടല്ല. അത് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ കാലോചിതമായിട്ടുള്ള മാറ്റം, കാലോചിതമായി നമ്മളുടെ പണ്ടത്തെ 1986 കരിക്കുലം അല്ല ഇനി വേണ്ടത്. 2005 നമുക്ക് ഇനി KCF വേണം, കേരള കരിക്കുലം ഫ്രെയിംവർക്ക് വന്നു. 2007 കേരള കരിക്കുലം ഫ്രെയിംവർക്ക് വന്നു. അപ്പൊ എന്ത് ചെയ്തു, ഓക്കെ, കാലോചിതമായ ഒരു മാറ്റം ഇപ്പോൾ അത്യാവശ്യമാണ് എന്ന്. അത് അന്നത്തെ ഉണ്ടായിരുന്ന വാല്യൂസും സാധനങ്ങളൊക്കെ മാറിയിട്ടുണ്ട്. അവിടെ സ്ട്രക്ചർ നമ്മൾ തൊട്ടിട്ടുണ്ടോ? ഇല്ല. 1956 സ്ട്രക്ചർ, ആ NEP അടിസ്ഥാനത്തിലുള്ള സ്ട്രക്ചർ തന്നെയാണ് അപ്പോഴും ഉള്ളത്. പക്ഷെ നമ്മൾ കരിക്കുലം മാറ്റി. കാരണം എന്താ, വാല്യൂ മാറി, നമ്മളുടെ ഫിലോസഫി മാറി, എക്സ്പെക്ടേഷൻസ് മാറി, തോട്ട്സ് മാറി. അപ്പൊ നമ്മൾ കരിക്കുലം മൊത്തം മാറ്റി. അതേസമയം 2020 എത്തിയപ്പോ
നമ്മളുടെ സ്ട്രക്ചറിലും പ്രശ്നമുണ്ട്, അന്നത്തെ സ്ട്രക്ചർ പോരാ. അപ്പൊ നമ്മൾ സ്ട്രക്ചറിൽ തന്നെ മാറ്റം വന്ന് മൊത്തത്തിൽ സ്ട്രക്ചറിനോടനുബന്ധമായി വാല്യൂസിലൊക്കെ മാറ്റം വന്നപ്പോ പുതിയ കരിക്കുലം അതെല്ലാം ഉൾക്കൊള്ളുന്ന ഒരു കരിക്കുലമാണ് പറയുന്നത്. ഓക്കെ, സോ നിങ്ങൾക്ക് ഇനി ഡൗട്ട് ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് അവസാനിപ്പിക്കാം, വെറുതെ സമയം നീട്ടു കൊണ്ട ആവശ്യമില്ലല്ലോ. എന്തെങ്കിലും കൺസേൺ ഉണ്ടോ? ഞാൻ ഈ പറയുന്ന 5 യൂണിറ്റ് ഞാൻ എടുത്തു ഈ ചാപ്റ്ററിന്റെ ഭാഗമായി. നിങ്ങളിപ്പോ ആ യൂണിറ്റില് ഇതെന്താന്ന് ചോദിച്ചാൽ ഇപ്പൊ എനിക്ക് പറയാൻ കഴിയില്ല. പക്ഷെ അതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റിസ് സാറോട് സംസാരിക്കാം, ഞാൻ ബൈ ക്ലാരിറ്റി വരുത്തേണ്ടതെങ്കിൽ വരുത്താം. ഇതൊരു വളരെ പ്രധാനപ്പെട്ട, നിങ്ങളുടെ 4th സെമസ്റ്ററിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കോഴ്സാണ് ഈ പറയുന്ന കരിക്കുലം എന്ന് പറയുന്നത്. ഈ പറയുന്ന 5 യൂണിറ്റ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നത്. സോ ഇഫ് യു ഡോണ്ട് ഹാവ് എനിത്തിങ് ടു ടോക്ക് we can let us conclude. ജസ്റ്റിൻ സാർ, നമുക്ക് എന്തെങ്കിലും ക്ലിയർ ചെയ്യാനുണ്ടോ? ജസ്റ്റിൻ സാർ ഇവിടെ ഉണ്ടോ? JJ അക്കാദമി ജസ്റ്റിൻ സാർ ആണെങ്കിൽ റെസ്പോണ്ട് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങളെ ഗ്രൂപ്പിൽ അറിയിക്കാം. സോ ലെറ്റ് us wind up. താങ്ക് യു സോ മച്ച്. ഇതൊരു രസകരമായ ബാച്ച് ആയിരുന്നു. കുറച്ച് കുട്ടികളുടെ എണ്ണമായിരുന്നെങ്കിൽ പോലും ഭയങ്കരമായി 4th ഫസ്റ്റ് സെമസ്റ്ററും 2nd സെമസ്റ്ററും എടുത്തപ്പോൾ ഉണ്ടായിരുന്ന ഒരു ഫീലിംഗ് അല്ല 4th സെമസ്റ്റർ. കുറച്ചുകൂടി നിങ്ങൾ ഗ്രോവിംഗ് ആയതുകൊണ്ടായിരിക്കും, ചിലപ്പോൾ എന്താ അറിയില്ല. ഐ ട്രൈഡ് മൈ ബെസ്റ്റ് ടു ടീച്ച് ഓൾ ദ കോൺസെപ്റ്റ്സ് ഇൻ സിമ്പിൾ ലാംഗ്വേജ്. ഇഫ് യു നിങ്ങൾക്ക് മനസ്സിലാവാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ യു ക്യാൻ ടോക്ക് ടു us. Hopefully you will be benefited. Thank you. All the best for your examination. എന്നാണ് എക്സാമിന് ടൈം ടേബിൾ വന്നോ? ഇല്ലല്ലോ. ടൈം ടേബിൾ വന്നിട്ടില്ല. ഓക്കെ, ഞാൻ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പേഴ്സണലി ചോദിക്കാം. ഐ ട്രൈ ടു ആൻസർ. അല്ലെങ്കിൽ നമുക്ക് അവസാനിപ്പിക്കാം. താങ്ക് യു. All the best.